ഇപ്പോൾ ഡെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ ഐക്യമയിലുള്ളത്. ഇപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പിന്നെ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് മാഡം പറഞ്ഞു കഴിഞ്ഞു. പഞ്ചായത്തിൻ്റെ ഒരു മുഖമാണ് പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റ്. അതിലെ കണ്ടന്റിൽ ഉണ്ടാകുന്ന ഒരു തെറ്റ് അത് സെക്രട്ടറിയാണ് ആദ്യം ബാധിക്കുക, മറ്റാരുമല്ല. അതുകൊണ്ട് തന്നെ സെക്രട്ടറിയാണ് നിർബന്ധമായിട്ട് ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടത്. നിങ്ങൾ 5 ജില്ലകളാണ് നമ്മളിപ്പോൾ ഇന്ന് മീറ്റിംഗ് വിളിച്ചിട്ടുള്ളത്. ഈ 5 ജില്ലകളുടെയും വെബ്സൈറ്റുകൾ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 5 ജില്ലകളുടെയും വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് നിങ്ങൾക്ക് വേണ്ടി ഞാനിപ്പോൾ വീണ്ടും ഇതിലെ ചാറ്റിലേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ അവിടുത്തെ പിന്നെ അവിടുത്തെ നോഡൽ ഓഫീസറെയും വിളിച്ച് എല്ലാ കണ്ടന്റുകളും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റാറ്റസ് ഉൾപ്പെടെ ഉള്ള ഒരു ഷീറ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ എല്ലാ ജില്ലയുണ്ട്. നിങ്ങളെ ജില്ല എടുത്ത് നോക്കി നിങ്ങളുടെ പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾ ചെക്ക് ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ എന്താണെന്നും പഞ്ചായത്തിൻ്റെ വെബ്സൈറ്റ് എന്താണെന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. ഞാനൊരു എക്സൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കയറുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ കിട്ടൂല. ആ എക്സലില് നിങ്ങളെ പഞ്ചായത്തിന്റെ പേരുണ്ടാവും. അതിൽ അവർ അപ്ഡേറ്റ് ചെയ്ത കാര്യങ്ങളും കാണാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോൾ ഈ എക്സൽ ഇട്ടത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇപ്പോൾ ഇതിൽ 5 ജില്ല നമ്മൾ കണ്ടന്റ് അപ്ഡേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ജില്ലകളാണ്. അതിൽ അടാട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടോ? അടാട്ട് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ടോ? അടാട്ട് ഇല്ല. സാറില്ല. സീനിയർ ക്ലർക്കാണ് അറ്റൻഡ് ചെയ്യണേ. ബാക്കി സെക്രട്ടറി അവരൊക്കെ ലീവിലാണ്. സാറ് റിട്ടയർമെന്റ് ആണ്. പക്ഷെ അവിടെ വേറെ അതോറിറ്റി ആരും ഇല്ല. മാം പറഞ്ഞത് നിങ്ങൾ കേട്ടോ. അതായത് ഈ മീറ്റിംഗ് നിങ്ങൾ ക്ലർക്കുമാർ പങ്കെടുക്കുന്നതിനേക്കാൾ കൂടുതൽ എന്തുകൊണ്ടാണ് സെക്രട്ടറി നമ്മൾ ഈ ഒരു ട്രെയിനിങ് മെക്കാനിസം ഡിസൈൻ ചെയ്തത് ഇങ്ങനെയാണ്. 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളെ നോഡൽ ഓഫീസർക്കും ടിഎക്കും കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ 2 ദിവസം തുടർച്ചയായിട്ട് കൊടുക്കേണ്ടത് നിങ്ങളെ പിന്നെ സെക്രട്ടറിക്ക് തന്നെയാണ്. പക്ഷേ സെക്രട്ടറിയുടെ 2 മണിക്കൂർ മാത്രമാണ് ഇതിനു വേണ്ടി ആവശ്യപ്പെടുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടാണ് ഇത് ട്രെയിനിങ് തന്നിട്ടുള്ളത്. അതായത് 2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ ടീമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ കൊണ്ട് തന്നെ കണ്ടന്റ് അപ്ഡേഷൻ ചെയ്യിപ്പിച്ചു. അവര് അപ്ഡേറ്റ് ഉത്തരവാദിത്വം സെക്രട്ടറിക്ക് ആയിരിക്കും. അപ്പൊ സെക്രട്ടറി നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ട ഒരു മീറ്റിംഗ് ആണ് ഇത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അല്ല, റിട്ടയർമെന്റ് മറ്റൊരാൾക്ക് അപ്പൊ അവിടെ IAS ഉണ്ടാവില്ല. മതിലകം സെക്രട്ടറി ഉണ്ടോ? മതിലകം അസിസ്റ്റന്റ് സെക്രട്ടറി ആണ് സാറേ. സാറിന് ഒരു മരണാവശ്യമാണ്, ലീവാണ് സാർ. അപ്പൊ മതിലകത്തിന്റെ സൈറ്റാണ് ഞാൻ വെറുതെ എടുക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം മതിലകം പഞ്ചായത്തിന്റെ വെബ്സൈറ്റ്. സോറി, സ്ക്രീൻസ് കാണുന്നുണ്ടോ നിങ്ങൾ? ഇല്ല, സ്ക്രീൻ കാണുന്നില്ലല്ലോ. ഇല്ല സാറേ, കാണുന്നില്ല. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങൾക്ക് കാണാലോ. അപ്പൊ ഞാൻ വിളിച്ച 2 പഞ്ചായത്തുകളുടെ വെബ്സൈറ്റുകളാണ് ഇത്. അപ്പോൾ ഇതെല്ലാം ഈ വെബ്സൈറ്റിലെ കണ്ടന്റുകളെല്ലാം ചെയ്തത് നിങ്ങളുടെ ജീവനക്കാരും നിങ്ങളുടെ അവിടുത്തെ നോഡൽ ഓഫീസറും ടിഎയും കൂടി ആയിട്ടാണ്. വളരെ ഭംഗിയായിട്ടാണ് പല പഞ്ചായത്തുകളിലും ചെയ്തിട്ടുള്ളത്. ഏറ്റവും ഭംഗിയായിട്ട് ഈ അടാട്ട് പഞ്ചായത്ത് അവരൊക്കെ ചെയ്തത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെന്താണ് എങ്ങനെയാണെന്നുള്ളത് അറിയേണ്ട ആദ്യത്തെ ആളാണ് പഞ്ചായത്തിന്റെ സെക്രട്ടറി. അപ്പോൾ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഈ കാര്യം ഞാൻ വിശദീകരിക്കുന്നത്. ആദ്യമായിട്ട് നിങ്ങളോട് ഞാൻ പറയുന്ന കാര്യം, സെക്രട്ടറിമാർ ശ്രദ്ധിക്കേണ്ട കാര്യം,
നിങ്ങൾക്ക് നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞൊരു യൂസർ ക്രിയേഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ക്രെഡൻഷ്യൽസ് നിങ്ങൾ വാങ്ങി നിർബന്ധമായിട്ടും അതിന്റെ പാസ്വേഡ് മാറ്റി നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ സൂക്ഷിക്കേണ്ടതാണ്. കാരണം അതിലേക്ക് പിന്നെ നാളെ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാലും സൈറ്റിൽ ഇങ്ങനെ ആയിരുന്നു, അത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നൊന്നും സെക്രട്ടറിമാർ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ബിക്കോസ് റെസ്പോൺസിബിലിറ്റി ലൈസ് ഇൻ സെക്രട്ടറി ഓൺലി. അതുകൊണ്ട് ഇതിൽ ഒരു അക്ഷരം മാറ്റാനുള്ള അധികാരം കൊടുക്കുന്ന ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരമുള്ള സംഭവമാണ് നോഡൽ ഓഫീസർ എന്ന് പറയുന്നത്. സെക്കൻഡ് യൂസർ നിങ്ങൾ വാങ്ങേണ്ടത് പബ്ലിഷറുടെയാണ്. അപ്പോൾ പബ്ലിഷറുടെയും നോഡൽ ഓഫീസറുടെയും കംപ്ലീറ്റ് യൂസർ ക്രെഡൻഷ്യൽസ് നിങ്ങൾ വാങ്ങി അത് നിങ്ങളുടേതാക്കി തന്നെ സൂക്ഷിക്കേണ്ടതാണ്. ഓക്കെ, അതിലൊരു മാറ്റം ഉണ്ടാവാൻ പാടില്ല. അത് നിർബന്ധമായിട്ടും നിങ്ങൾ സൂക്ഷിക്കണം. എഡിറ്ററായിട്ട് നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ വെക്കാം, അവരാണ് ഇത് കണ്ടന്റ് എഡിറ്റ് ചെയ്യേണ്ടത്. സോ ഇനി ഇതിൽ ഈ സൈറ്റിൽ എന്തെല്ലാമാണ് ഉള്ളത് എന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് ഡെമോ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു ഡെമോ വെബ്സൈറ്റ്സ് ഉണ്ടാവും. വെബ്സൈറ്റ് ഉണ്ട് demo.web.lsckerala.gov.in. ഇപ്പൊ ഞാൻ ഇവിടെ ഈ നിങ്ങൾക്ക് ഷെയർ ചെയ്ത ആ എക്സലില് ഒരുപാട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളുടെയും വെബ്സൈറ്റുകൾ, അതിന്റെ ലിങ്കുകൾ കാണാം. അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് പല പഞ്ചായത്തുകളും സാമ്പിൾ ഉപയോഗിക്കാം. ഞാനിപ്പോ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നു, പുല്ലൂപ്പേരി, അതിപ്പോ കാസർഗോഡ് ജില്ല മുഗ്രാൽ പുത്തൂര്. ഞാൻ വെറുതെ കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്ത് എടുക്കുന്ന മുഗ്രാൽ പുത്തൂരിന്റെ സെക്രട്ടറി ഉണ്ടോ? മുഗ്രാൽ പുത്തൂർ കയറിയിട്ടില്ലേ? അപ്പൊ ഇത് മുഗ്രാൽ പുത്തൂരിന്റെ ഒക്കെ ഇമേജ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ഇത്ര വളരെ അടിപൊളിയായിട്ട് ഇതെല്ലാം അവർ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇപ്പൊ സെക്രട്ടറി എന്താ ടെക്നിക്കൽ പ്രോബ്ലം ആണെങ്കിൽ ഇതൊക്കെ പിക്ചറും ഒക്കെ വളരെ ഭംഗിയായിട്ട് അവർ ചെയ്തതായിട്ടാണ് കാണുന്നത്. വെറുതെ ഞാൻ എടുത്തതാണ്. അപ്പം ഞാൻ റാൻഡം ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് തന്നെ കാണാതെ റാൻഡം ആയിട്ട് എടുക്കുകയാണെങ്കിൽ. ഇനി ഞാൻ ഈ സൈറ്റിൽ എന്തെല്ലാം ഉള്ളത് എന്ന് ഒന്ന് വിശദീകരിച്ചു തരാം. ഈ ഏറ്റവും മുകളിൽ കാണുന്ന ഈ ഭാഗത്തിന്റെ പേര് ബേസിക് ഡീറ്റെയിൽസ് എന്നാണ്. ബേസിക് ഡീറ്റെയിൽസ്. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അടിസ്ഥാന വിവരങ്ങളാണിത്, പഞ്ചായത്തിനെ കുറിക്കുന്ന അടിസ്ഥാന വിവരങ്ങൾ. ആദ്യം ഏത് വെബ്സൈറ്റിൽ കയറിയാലും ഇത് ആക്സസിബിലിറ്റി എന്ന് പറയും. അതായത് ഫോണ്ട് ചെറുതാക്കുക വലുതാക്കുക ആ കാര്യങ്ങൾക്കുള്ളതാണ് ഇത്. രണ്ടാമത്തേതാണ് ആ പഞ്ചായത്തിലേക്കുള്ള ലൊക്കേഷൻ. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ആ പഞ്ചായത്തിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാനുള്ള മാപ്പാണ് നമുക്ക് കിട്ടുക. അപ്പൊ ജനങ്ങൾക്ക് നിങ്ങളുടെ പഞ്ചായത്തിൽ എത്താൻ ആരോടും ചോദിക്കേണ്ട, ഗൂഗിൾ മാപ്പാണ്. നേരെ ഡയറക്ഷൻസ് എടുത്തു കഴിഞ്ഞാൽ അവിടേക്ക് എത്താൻ പറ്റും. ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ നിങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് മാത്രമല്ല, പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിന്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും ഇമെയിൽ അഡ്രസ്സുകളാണ് കൊടുക്കുന്നത്. ആളുകൾ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിക്കണമെന്ന് പ്രൊമോഷൻ എന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ഇമെയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ 3 മാത്രമാണ് ഇവർ ചേർത്തത്. ഇവരെ കൊണ്ട് നിങ്ങളുടെ ആ പഞ്ചായത്തിൽ ആർക്കൊക്കെ ഇമെയിൽ ഉണ്ടോ അതെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അപ്പോൾ പഞ്ചായത്തിന്റെ ഇമെയിൽ ഇവിടെ ഉണ്ടാവും, ഫോൺ നമ്പർ ഇവിടെ ഉണ്ടാവും, പിന്നെ പിൻ നമ്പർ ഇവിടെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ അവിടെ ഉണ്ട്. പിന്നെ അടുത്തത് ഫോൺ നമ്പറുകളാണ്. ഇത് പഞ്ചായത്തിന്റെ മുഴുവൻ ഓഫീസുകളുടെയും ഫോൺ നമ്പറുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഏതൊക്കെ ഓഫീസിന് ഏതൊക്കെ ഫോൺ നമ്പറാണോ ഉള്ളത് അതെല്ലാം കൊടുക്കണം. ഓഫീസ് ഫോൺ നമ്പറുകളാണ് ഇവിടെ കൊടുക്കുന്നത്. അത് ഇപ്പോൾ കൃഷി ഓഫീസ്, വെറ്റിനറി ഓഫീസ്, PHC ഉണ്ടാവാം, അങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളുടെയും ഫോൺ നമ്പറുകൾ കൊടുക്കണം. ഇപ്പൊ ജനങ്ങൾക്ക് വിളിച്ച് ബന്ധപ്പെടാൻ ആവശ്യമായ വിവരങ്ങൾക്കാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ നമ്പർ, നിങ്ങളുടെ CUG നമ്പർ ഉണ്ടാവും. ആ CUG നമ്പറിൽ ഒരു വാട്സപ്പ് സെറ്റ് ചെയ്യണം. ആ വാട്സപ്പ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഫീച്ചർ ഫോൺ ഇല്ല എന്നൊന്നും പറയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ല, ഫീച്ചർ ഫോണേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സിസ്റ്റത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതർവൈസ് നിങ്ങൾക്ക് അതിൽ വാട്സപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് വെച്ചിട്ട് ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് വാട്സപ്പ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. അതാണ് അടുത്തത്. അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അവിടെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിന്റെ ലിങ്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഇതിപ്പോ ഈ പഞ്ചായത്തിന്റെ ഫേസ്ബുക്ക് ലിങ്ക് ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ X ഉണ്ടെങ്കിൽ Xന്റെ ലിങ്ക് കൊടുക്കണം. അങ്ങനെ ഇൻസ്റ്റ ഉണ്ടെങ്കിൽ ഇൻസ്റ്റയുടെ ലിങ്ക് കൊടുക്കണം. അങ്ങനെയുള്ള എല്ലാ ലിങ്കുകളും കൊടുക്കാനുള്ളതാണ് ഈ മുകളിൽ കാണുന്ന ഭാഗം. പിന്നെ ഇവിടെ ഉള്ളത് ഇംഗ്ലീഷും മലയാളം മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ഇനി കന്നഡയും തമിഴും കൂടി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നോക്കട്ടെ. എനിവേ ഇപ്പോൾ ഇംഗ്ലീഷിലാണ് സൈറ്റ് ഉള്ളത്. ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇത് മലയാളത്തിലേക്കായി. ഇത് മലയാളത്തിലാണ് സൈറ്റ് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഏതാണ് ഭാഷ, ഇംഗ്ലീഷ് വേണം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് എന്ന് കാണാം. അപ്പോൾ യു ഹാവ് ടു ക്ലിക്ക് ദർ ഓൺലി. അപ്പോൾ നിങ്ങളുടെ സൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷിലേക്ക് മാറി. സപ്പോസ് നിങ്ങൾക്ക് മലയാളം അറിയെങ്കിൽ ഇവിടെ മലയാളത്തിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലയാളം ആയി മാറി. അതാണ് സൈറ്റിന്റെ കംപ്ലീറ്റ് ഫസ്റ്റ് ടോപ്പിലെ കാര്യങ്ങൾ.
രണ്ടാമത് പഞ്ചായത്തിന്റെ പേര് അവിടെ ഉണ്ടാവും. പിന്നെ ഈ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞ ബേസിക് ഡീറ്റെയിൽസ് എന്താന്ന് മനസ്സിലായോ? മുള്ളംകൊല്ലി പഞ്ചായത്ത്, മുള്ളംകൊല്ലി സെക്രട്ടറി ഇല്ലേ? ഉണ്ട് സാർ. അത് മനസ്സിലായോ പറഞ്ഞ കാര്യം, ബേസിക് ഡീറ്റെയിൽസ് എന്താന്നുള്ളത്? മനസ്സിലായി സാർ. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. മുള്ളംകൊല്ലിയുടെ സൈറ്റ് ഒന്ന് കാണാം നമുക്ക്. അപ്പോൾ ഇത് മുള്ളംകൊല്ലി പഞ്ചായത്തിന്റെ വെബ്സൈറ്റ് ആണ്. ഇതെല്ലാം അവരിടുന്ന പിക്ചേഴ്സ് ആണ് ഇതെല്ലാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഈ മെനു ആണ്. മെനുവില് ആ പഞ്ചായത്തിലെ ഇനി വിവരാവകാശ പ്രവർത്തകർ എന്ന് പറഞ്ഞൊരു വിഭാഗം ആൾക്കാർ പഞ്ചായത്തിലേക്ക് ഒരാവശ്യത്തിനും വരാത്ത രീതിയിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പഞ്ചായത്തിൽ നിന്ന് നൽകാവുന്ന മുഴുവൻ വിവരങ്ങളും കൊടുക്കാവുന്ന തരത്തിൽ ക്രമീകരിച്ച ഒരു സ്ഥലമാണ് ഈ മെനു എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്തൊക്കെയാണോ പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് തന്നെ കൊടുക്കാം. ഈ വെബ്സൈറ്റിന്റെ പ്രത്യേകത ഇതിന്റെ ഒരു ഏകദേശം പൂർണ്ണമായിട്ടുള്ള കൺട്രോൾ നിങ്ങൾക്കാണ്, എക്സെപ്റ്റ് ഡിസൈൻ. ഈ ഡിസൈൻ മാത്രമാണ്, ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ് നമ്മളെ കൺട്രോളുള്ളത്, ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിലുണ്ടാകുന്ന കണ്ടന്റുകൾ എല്ലാം നിങ്ങൾ കറക്റ്റ് ചെയ്ത് കൃത്യമായിട്ട് ആണെന്ന് ഉറപ്പിക്കണം. ഈ സ്ഥാപന വിവരം കാണുന്ന ഇതുപോലും നിങ്ങൾക്ക് തിരുത്താം, പക്ഷെ അത് ഈ ഒരു സ്ട്രക്ചർ ദയവ് ചെയ്തിട്ട് ആരും തിരുത്തരുത്. ഇതിനൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇത് പൂമുഖം എന്ന് പറഞ്ഞ ഹോം, രണ്ടാമത് സ്ഥാപന വിവരം. സ്ഥാപന വിവരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇപ്പൊ നമുക്ക് ഈ പിന്നെ എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടേ? ഒരു സ്ഥാപനത്തിൽ ഇരുന്നിട്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാത്രമാണ് നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. അപ്പോ ഗ്രാമപഞ്ചായത്ത് ഓഫീസ്, കൃഷി ഓഫീസ്, കൃഷിഭവൻ, പിന്നെ അതുപോലെ വെറ്റിനറി, PHC, ഇങ്ങനെ തുടങ്ങിയ എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് എല്ലാ സ്ഥാപനങ്ങളെ കുറിച്ചുള്ള മൊത്തം വിവരമാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഒരു കാഴ്ചപ്പാടും ദൗത്യവും ഉണ്ടാവും, അത് രേഖപ്പെടുത്തണം. ഇത് രണ്ടും മാത്രമാണ് ഇപ്പൊ ഇവര് രേഖപ്പെടുത്തിയത്. ഇത് പോരാ, ഇത് മുഴുവൻ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ആ ട്രെയിനിങ് അവസാനിപ്പിച്ചത്. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഡെമോ മാതൃകാ വെബ്സൈറ്റിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ ഡമ്മിയാണ്. അപ്പോൾ കാഴ്ചപ്പാടും ദൗത്യം ആദ്യം ഒറ്റ നോട്ടത്തിലാണ് കൊടുക്കേണ്ടത്. ഒറ്റ നോട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം കാഴ്ചപ്പാടും ദൗത്യവും കൊടുക്കണം. എന്താണ് മിഷൻ ആൻഡ് മിഷൻ. അത് കഴിഞ്ഞ് ഭൂമിശാസ്ത്രം കൊടുക്കണം, ചരിത്രം കൊടുക്കണം, പിന്നെ ഭൂമിശാസ്ത്രം കൊടുക്കണം, പിന്നെ ജനസംഖ്യാ വിവരങ്ങൾ കൊടുക്കണം, ആസ്തി വിവരങ്ങൾ കൊടുക്കണം, പ്രധാന സ്ഥലങ്ങൾ കൊടുക്കണം, വിലാസം കൊടുക്കണം, അവാർഡുകളും നേട്ടങ്ങളും കൊടുക്കണം. ഇതൊക്കെ കൊടുത്ത പഞ്ചായത്തുകളുണ്ട് കേട്ടോ. ഇതൊക്കെ കൊടുത്ത സ്ഥലങ്ങൾ ധാരാളമുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ? ഇവരിപ്പോ മതിലകം പഞ്ചായത്ത് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഭൂമിശാസ്ത്രം ഒറ്റനോട്ടത്തില് ആണ് ആദ്യം വേണ്ടത്. ഭൂമിശാസ്ത്രം, വാർഡ് മാപ്പ് തുടങ്ങിയ കാര്യങ്ങൾ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇത് ക്രമീകരിക്കണം. അവർ ക്രമീകരണം തെറ്റുണ്ട്. അത് ഫസ്റ്റിൽ വരേണ്ട കാഴ്ചപ്പാടും ദൗത്യമാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കാഴ്ചപ്പാടും ദൗത്യവും കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെ അവർ തന്നെ ഡിസൈൻ ചെയ്തിട്ട്, എസ്റ്റിമേറ്റ് ഡിസൈൻ ചെയ്തിട്ട് എന്താണ് കാഴ്ചപ്പാട്, എന്താണ് ദൗത്യം, എന്താണ് ഗുണമേന്മ നയം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ എഴുതിയിട്ടുണ്ട്. വളരെ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പഞ്ചായത്ത് എടുത്തു നോക്കൂ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇത് ഞാനൊരു മതിലകം പഞ്ചായത്ത് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പിൾ കാണിച്ചു തരുന്നത്. അപ്പോൾ അതുപോലെ അവരുടെ സ്ഥാപന ചരിത്രം. പക്ഷെ ഇത് ക്രമീകരിക്കുമ്പോൾ ഫസ്റ്റിൽ ഇത് വരണം. ഓക്കെ, ഭൂമിശാസ്ത്രം, പിന്നെ വാർഡ് മാപ്പ്. ഭൂമിശാസ്ത്രം കുഴപ്പമില്ല, ഇതാണ് ഭൂമിശാസ്ത്രം. നമ്മൾ എന്താണ് കാഴ്ചപ്പാടും ദൗത്യം എന്ന് അറിയാലോ. നമുക്കൊരു കാഴ്ചപ്പാട് വേണം ഏത് കാര്യത്തിനും. അപ്പൊ ഈ ഒരു വെബ്സൈറ്റ് തുടങ്ങുമ്പോൾ അതുകൊണ്ടാണ് അത് വേണമെന്ന് പറഞ്ഞത്. ആ കാഴ്ചപ്പാടിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോരുന്നത്. ഓക്കെ, പിന്നെ വാർഡ് മാപ്പ്. ഇപ്പൊ ഈ വാർഡ് മാപ്പ് നിങ്ങൾക്ക് ഓൾറെഡി റിയൽ ടൈം ആയിട്ട് വാർഡ് മാപ്പ് നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ആ മാപ്പിന്റെ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡീലിമിറ്റേഷന് വേണ്ടിയിട്ട് ചെയ്ത വാർഡ് മാപ്പിലേക്ക് പോകും. ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയിരിക്കും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പേജിൽ, ഫസ്റ്റ് സ്ഥാപന വിവരത്തിൽ ഉണ്ടായിരിക്കണം. പിന്നെ വരുന്നതാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകണമെങ്കിൽ അതിനൊരു ഭരണ സംവിധാനം വേണം. ആ ഭരണ സംവിധാനത്തിൽ സ്ഥാപനത്തിന്റെ ഒരു ഘടന ഉണ്ടാവും. ആരാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഘടന, എന്താണ് ഗ്രാമപഞ്ചായത്ത്,
അതിൽ ആ പ്രസിഡന്റ് ആരാണ്, വൈസ് പ്രസിഡന്റ് ആരാണ് എന്ന് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വേണം. അത് കഴിഞ്ഞിട്ട് അതുപോലെ അവിടുത്തെ ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ വേണം. ഒരു പഞ്ചായത്തിൽ നിന്ന് ഒരാൾ കയറിയാൽ മതി. ഇതിപ്പം 300 ആൾക്കാർ ഇതിൽ ഫുള്ളായിട്ടുണ്ട്. എവിടെയെങ്കിലും അധികം ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്നിറങ്ങണം. അധികം ആൾക്കാർ കയറിയിട്ടുണ്ടെങ്കിൽ ഇത് മാക്സിമം 300 കപ്പാസിറ്റി. അധികം കയറിയിട്ടുണ്ടെങ്കിൽ മാത്രം മതി ഇറങ്ങാൻ പറഞ്ഞത്. 2 പേര് ഒരു പഞ്ചായത്തിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ. സെക്രട്ടറി മാത്രമാണ് കയറാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി അതില് പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഭരണ സംവിധാനം പറഞ്ഞു. നമ്മൾ ഭരണ സംവിധാനത്തെ സ്ഥാപനത്തിന്റെ ഘടനയുണ്ട്. അപ്പൊ ഈ സ്ഥാപന ഘടന അത് നിങ്ങൾക്ക് അറിയാം ആരൊക്കെയാണ്. ഇതിപ്പോ നിങ്ങൾ സാമ്പിൾ കാണുന്നുണ്ടല്ലോ. പ്രധാന ഓരോ ആൾക്കാരുടെയും ചുമതല എന്താണ് വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഈ മതിലകം പഞ്ചായത്ത് ആരായാലും അവിടുത്തെ സെക്രട്ടറി ഇത് ചെയ്ത ആളുകൾക്ക് ഒരു അഭിനന്ദനം കൊടുക്കണം. വളരെ വൃത്തിയായിട്ട് അവർ ചെയ്തതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഇനാഗുറേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നടത്താം. ഇറ്റ്സ് അപ് ടു യു. പിന്നെ ജനപ്രതിനിധികൾ, അപ്പോൾ ഇത് കണ്ടന്റ് അപ്പം അപ്ഡേറ്റഡ് ആയിരിക്കണം. കൊടുക്കുമ്പോൾ നിങ്ങൾ സെക്രട്ടറി ഇതെല്ലാം കണ്ടന്റും ഓക്കെ ആണെന്ന് ഉറപ്പിക്കണം. അല്ലെങ്കിൽ അത് മതി ഒരു നിസ്സാര കാര്യത്തിനായിട്ട്. പിന്നെ ഉദ്യോഗസ്ഥരും ജീവനക്കാരും കമ്മിറ്റികൾ. അപ്പോൾ കമ്മിറ്റികൾ എന്ന് പറയുമ്പോൾ ചെറിയ കമ്മിറ്റി മാത്രം, ഏറ്റവും ചെറിയ കമ്മിറ്റിയെ വിവരം പോലും ഇവിടെ ഉണ്ടായിരിക്കണം. പിന്നെ വിവരാവകാശ നിയമം. ഓക്കെ, ദെൻ പൗരാവകാശ രേഖ, സർവീസസ്, ജനന സർട്ടിഫിക്കറ്റ്. ഇതൊന്നും എല്ലാം K-സ്മാർട്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്കാണ്. അത് നിങ്ങൾക്ക് അവിടെ പ്രയോറിറ്റി ഏതാണോ അതനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനും പറ്റും. സോ ഇത് K-സ്മാർട്ടിലേക്കുള്ള ലിങ്കാണ് പോകുന്നത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു എന്താണ് സ്ഥാപനം, അതിന്റെ ഘടന എന്താണ്, അത് കഴിഞ്ഞ് ഭരണ സംവിധാനം എങ്ങനെയാണ്, ആ ഭരണ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പൗരന്മാർക്ക് സേവനം കൊടുക്കണം. അതാണ് ഇതെല്ലാം. അപ്പൊ ഇത് മാത്രമല്ല, ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഡെമോ നോക്കിയാൽ കാണാം. അതിൽ റിപ്പോർട്ടുകൾ, ബജറ്റ് വിവരങ്ങൾ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. ഓരോ വർഷത്തെ ബജറ്റും ഇവിടെ കാണാം. 2018-19 മുതലുള്ള ബഡ്ജറ്റ് ഇവിടെ ഉണ്ട്. 26-27 വരെയുള്ള ബഡ്ജറ്റ് അവര് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത കണ്ടന്റിലേക്ക് പോകണം. സെക്രട്ടറി മതിലകം സെക്രട്ടറിയോടാണ് പറയാനുള്ളത്. ഇത് കണ്ടന്റിലേക്ക് പോകുന്നു കാണുന്നില്ല. ഈ കണ്ടന്റിലേക്ക് പോകേണ്ടതുണ്ട്. അത് എന്തോ അപ്ഡേഷൻ നടത്തിയിട്ടില്ല തോന്നുന്നുണ്ട്. ഇത് വൃത്തിയാണ്. ഏകദേശം ഇത്രയും വർഷത്തെ ബജറ്റുകൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ റിപ്പോർട്ടുകൾ അവൈലബിൾ ആണോ, അപ്പോൾ വാർഷിക പദ്ധതി ഉണ്ടോ, 2012-13 മുതലുള്ള വാർഷിക പദ്ധതികൾ ഇതിലുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2026-27 വാർഷിക പദ്ധതി ഇതാ. അപ്പോൾ പൊതുജനത്തിന് ഒരൊറ്റ ക്ലിക്കിൽ 2012-13 മുതലുള്ള വാർഷിക പദ്ധതി കിട്ടുവാണ്. ഇതൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതുപോലെ വൃത്തിയായിട്ട് നിങ്ങളതും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊരു HTML പേജാണ്. അവർക്ക് അത് വേണമെങ്കിൽ അത് പരസ്പരം ഷെയർ ചെയ്തിട്ട് അവരുടെ TAമാരത് കറക്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ പൗരസേവനത്തിൽ പിന്നെ റിപ്പോർട്ടുകൾ, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ടുകളും, അതായത് ഒരു പൊതുജനം അറിയേണ്ടതും പബ്ലിക് ഡൊമൈനിൽ ഇടേണ്ടതുമായിട്ടുള്ള എല്ലാ റിപ്പോർട്ടുകളും ഇതിനകത്ത് വരണം. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം നമ്മൾ കൊടുത്തിട്ടുള്ളത് സോമോട്ടോ ഡിസ്ക്ലോഷർ ആണ്. സോമോട്ടോ ഡിസ്ക്ലോഷറിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊണ്ടുവരണം. അതെല്ലാം നമ്മൾ ഡെമോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ചെയ്യണം. അത് മാതൃകാ വെബ്സൈറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് സ്വമേധയാ വെളിപ്പെടുത്തൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്വമേധയാ വെളിപ്പെടുത്തൽ ആവശ്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, വെളിപ്പെടുത്താൻ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വെളിപ്പെടുത്തണം. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതില് മാതൃക ആയതുകൊണ്ട് തന്നെ പലതും നമ്മൾ ഇതിൽ ചെയ്ത് നോക്കുന്നതും ഉണ്ടാവും. അത് നിങ്ങൾ പരസ്പരം മനസ്സിലാക്കി ഒഴിവാക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെനുവിൽ. പിന്നെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് മെനുവിലുള്ള ഒന്ന് നമ്മളുടെ വിജ്ഞാന കേന്ദ്രം, അത് പഞ്ചായത്ത് രാജ് ആക്ട് ആയാലും ഭരണഘടനയായാലും എന്ത് കാര്യമായാലും അത് സംബന്ധിച്ച വിവരങ്ങളാണ് ഇവിടെ ഉണ്ടാവുക. പിന്നെ മീഡിയ സെന്റർ, ഇത് അവിടെയാണ് നിങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്, ആ വിവരം ഇവിടെ നിങ്ങൾക്ക് ചേർക്കാം. അങ്ങനെയുള്ള എല്ലാ
വിവരങ്ങളും നിങ്ങൾക്ക് ഇവിടെയാണ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, മീഡിയ സെന്ററിൽ. ഓക്കെ, ഇതാണ് മെനുവിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ബാക്കിയുണ്ടോ? മെനു എന്ന് പറയുന്നത് നൂൽപ്പുഴ പഞ്ചായത്ത്, നൂൽപ്പുഴ സെക്രട്ടറി, നൂൽപ്പുഴ മനസ്സിലായോ മെനു എന്താണെന്ന്? ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഓക്കെ, എന്നാൽ നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം. ഇനി ഇതിൽ ഉള്ളത് നിങ്ങൾ ഈ കാണുന്ന സ്ലൈഡറാണ്. ഈ സ്ലൈഡർ അല്ലെങ്കിൽ കറോസൽ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്. കറോസൽ, ഇത് മെനു. ഏറ്റവും മുകളിൽ കാണുന്ന മെനു, ഏറ്റവും ടോപ്പിൽ ബേസിക് ഡീറ്റെയിൽസ്, അത് കഴിഞ്ഞിട്ട് മെനു, പിന്നെ ഒരു സെർച്ച് ബട്ടൺ ഉണ്ട് ഇവിടെ. ആ സെർച്ച് ബട്ടണിൽ ഈ ഇതിൽ സൈറ്റിൽ എന്ത് ഇതുണ്ടെങ്കിലും നിങ്ങൾ സെർച്ച് ക്ലിക്ക് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഇതിന് പറയുന്ന പേരാണ് ന്യൂസ് സ്റ്റിക്കർ. ന്യൂസ് സ്റ്റിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ന്യൂസ് സ്റ്റിക്കർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ന്യൂസ് സ്റ്റിക്കർ ഒഴിവാക്കണം. ഇതിപ്പം നിർമ്മാണത്തിലുള്ള വെബ്സൈറ്റ് ആണ്, ഇതിലുള്ള കണ്ടന്റ് അപൂർണമാണ് എന്ന് പറഞ്ഞതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ പരിശോധിച്ചിട്ട് എത്രയും കണ്ടന്റുകൾ ഓക്കെ ആണെങ്കിൽ അത് ഒഴിവാക്കണം. എന്നിട്ട് ലൈവായിട്ട് ജനങ്ങളെ ഈ സൈറ്റിന്റെ വിലാസം കൊടുക്കണം. ഇനിയിപ്പം ഇവിടെ വേറൊരു സംഭവം നിങ്ങൾ പെട്ടെന്ന് അറിയിക്കേണ്ട വേറെ കാര്യങ്ങളുടെ അത് അവിടെ കൊടുക്കട്ടോ. അതായത് ഇപ്പം ഗ്രാമസഭ സംബന്ധിച്ച കാര്യം കൊടുക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട എന്താണോ അത് കൊടുക്കാനുള്ള ഒരു മേഖലയാണ് ഇത്. അത് കഴിഞ്ഞിട്ടുള്ള ഓക്കെ, സോ ഈ സ്ലൈഡറുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം നമുക്ക്. സ്ലൈഡർ അല്ലെങ്കിൽ കറൂസൽ. അപ്പൊ ആദ്യം തന്നെ ജനങ്ങളെ നമ്മൾ അറിയിക്കേണ്ടത് നിയമങ്ങളും ചട്ടങ്ങളും തന്നെയാണ്. ഇപ്പോൾ ഈ മതിലകം ഗ്രാമപഞ്ചായത്ത് ഭരണഘടന ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഞ്ചായത്ത് രാജ് ആക്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഭരണഘടനയിലേക്ക് പോവാണ്. അപ്പോൾ ആളുകൾക്ക് ഭരണഘടന വായിക്കാൻ പറ്റും. ഇനി അതല്ല, ഇതിനപ്പുറത്തേക്ക് നമ്മുടെ വേറെ കുറേ കാര്യങ്ങൾ ഇവിടെ കൊടുക്കാം. ഒരു ഉദാഹരണം, കെട്ടിട നിർമ്മാണ ചട്ടം ജനങ്ങളെ അറിയിക്കേണ്ടതാണ്. അത് നിങ്ങൾക്കാണ് കൊടുക്കാൻ പറ്റുക. നമ്മളിവിടെ സെക്രട്ടറിമാരോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഐക്യം അല്ല ഇതിലൊരു ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഫ്രെയിം വർക്ക് തന്നു, ബാക്കി അതിനെ റോബസ്റ്റ് ആക്കുന്നത് നല്ല അടിപൊളിയായി ചെയ്ത സ്ഥലങ്ങളുണ്ട്. ഞാൻ റാൻഡമായിട്ട് എടുക്കുമ്പോൾ എല്ലാം വരുന്നില്ല. അവരവിടെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ വെച്ചിട്ടുണ്ട്, വിവരാവകാശ നിയമം വെച്ചിട്ടുണ്ട്. ജനങ്ങൾ അറിയണം എന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം അവിടെ വെക്കാം. വസ്തുനികുതി ചട്ടങ്ങൾ വെച്ചിട്ടുണ്ട്. ആ ചട്ടങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടണിൽ വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇപ്പൊ പഞ്ചായത്ത് രാജ് ആക്ട് പോയി കഴിഞ്ഞാൽ ഇത് 2 സാമ്പിൾ നമ്മൾ ചെയ്തതാണ്. പഞ്ചായത്ത് രാജ് നിയമങ്ങളും ചട്ടങ്ങളും കാണാൻ പറ്റും. അതുപോലെ വികസന കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ സേവനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, വികസന പദ്ധതികളെ കുറിച്ച് കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഇവിടെ 6 എണ്ണം വീതം നിങ്ങൾക്ക് ഓരോ സ്ലൈഡറിലും വെക്കാം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എത്ര എണ്ണം വേണമെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ ഈ സ്ലൈഡറെല്ലാം നിങ്ങളാണ് മാറ്റുന്നത്. ഈ ഇമേജ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിപ്പോൾ മതിലകം പഞ്ചായത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. അങ്ങനെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ അവർ വളരെ, ഇപ്പൊ കൊല്ലം ജില്ലയിൽ നമുക്ക് ഒരെണ്ണം എടുത്ത് നോക്കാം. ഞാൻ വെറുതെ എടുക്കുവാണ്. അലയമൻ പഞ്ചായത്ത്. സോ ഇതാണ് അലയമൻ പഞ്ചായത്ത്. ഓക്കെ, രസം, നല്ല രസമായിട്ടുണ്ട്. ഇത് അലൈൻമെന്റ് സെക്രട്ടറി ഉണ്ടോ ഇവിടെ? അലൈൻമെന്റ് സെക്രട്ടറി ഉണ്ടോ? ഇത് നിങ്ങളെ സ്ഥലം തന്നെയല്ലേ ഈ കാണുന്നത്? ഭംഗിയായിട്ടുണ്ടോ സെക്രട്ടറി? നന്നായിട്ടുണ്ട്. അപ്പം അവരുടേതായ കാര്യങ്ങൾ മാത്രമാണ് വെക്കേണ്ടത്. അവരുടെ ഹരിത കർമ്മസേന, പിന്നെ ഇതൊക്കെ നന്നായിട്ടുണ്ട്. ഓക്കെ, സോ ഇതുപോലെ നിങ്ങൾ തന്നെയാണ് ഈ സ്ലൈഡർ ചെയ്യുന്നതും ഇതിന്റെ ബട്ടണുകൾ ക്രിയേറ്റ് ചെയ്യുന്നതും. ഇപ്പൊ വികസന കാഴ്ചപ്പാടില് സോ ഇതില് ഇവിടെ നിങ്ങൾക്ക് ബട്ടണുകൾ 6ഓളം ബട്ടണുകൾ വെക്കാൻ പറ്റും. ആ രീതിയിൽ നമ്മളിത് ക്രമീകരിച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ ബട്ടൺ എന്ന് പറയുന്നത് എന്താ?
നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടില്ലാത്ത കാര്യത്തിൽ ഇവിടെ ബട്ടൺ വെക്കരുത്, നിങ്ങൾക്ക് വെക്കാം. ഇപ്പൊ നിങ്ങളൊരു പുതിയ പദ്ധതി അവിടെ കൊണ്ടുവന്നു, ആ പദ്ധതി അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ വികസനം സംബന്ധിച്ച കാര്യം ആയിരിക്കും, വികസന കാഴ്ചപ്പാട് വികസനം. ഇപ്പൊ നിങ്ങൾ അവിടെ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു കാര്യം സംബന്ധിച്ച് ഒരു ബൈലോ ഉണ്ടാക്കിയെന്നായിരിക്കുക, ആ ബൈലോ ഇവിടെ വെക്കാം. അങ്ങനെയുള്ള ഈ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെ വെക്കാവുന്ന തരത്തിലാണ് ഈ സൈറ്റ് ക്രമീകരിച്ചത്. ഏതെങ്കിലും ഒരു സെക്രട്ടറി ഇതിൽ പറ്റൂല എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ 941 സെക്രട്ടറിമാരോട് ആവശ്യപ്പെടുന്ന കാര്യം ഇതാണ്, ഇതിൽ പറ്റൂല എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ എൻ്റെ അടുത്ത് പറയണം. ഇതിൽ ഞങ്ങൾക്ക് ആ കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നമ്മൾ ചെയ്തില്ല, എല്ലാം നിങ്ങൾക്ക് ട്രാൻസ്പെറന്റ് ആക്കി വെക്കാവുന്ന സൗകര്യം നമ്മളിപ്പോൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പബ്ലിക് ഡൊമൈനിലേക്ക് കൊടുക്കേണ്ട എല്ലാം ഇതിലാണ് വരിക. ഇത് ക്ലിയർ ആയല്ലോ? പിന്നെ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ഈ ഭാഗമാണ് ഡേ ടു ഡേ വരുന്നത്. ഇപ്പൊ വാഹന കൊട്ടേഷൻ, പാലയമന്റെ കേസിൽ വാഹന കൊട്ടേഷൻ അവരിവിടെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് പോകും. അപ്പൊ ഇതിൽ ഒരു കൊട്ടേഷൻ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ 2 ഇവർ വെച്ചിട്ടുള്ളൂ. ഇനി അതിനപ്പുറത്തേക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വെക്കാവുന്ന തരത്തിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട്. സോ അതാണ് നമ്മുടെ ഫസ്റ്റ് അപ്ഡേറ്റ്സ്. അപ്പൊ ഇത് 4 ഇവിടെ വരിക. 4 കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിങ്ങനെ സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കും. എത്ര എണ്ണം വേണമെങ്കിലും വെക്കാം. ഇതിനൊക്കെ നമ്മൾ ടൈം ലൈൻ വെച്ചിട്ടുണ്ട്. പണ്ടൊക്കെ എങ്ങനെയായിരുന്നു വെച്ചാൽ നമ്മൾ എന്തെങ്കിലും സാധനം സൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ കിടക്കും, അതിന്റെ പീരീഡ് കഴിഞ്ഞാൽ പോലും ആരെങ്കിലും മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ കിടക്കും. ഇവിടെ അങ്ങനെയല്ല. അപ്പം ഈ കൊട്ടേഷന്റെ തീയതി അടുത്ത മാസം 12-ാം തീയതിയാണെന്ന് വിചാരിക്കുക. ആ അടുത്ത മാസം 12-ാം തീയതി വരെ മാത്രമേ ഇത് അവിടെ ആവശ്യമുള്ളൂ. അപ്പൊ ആ ഡേറ്റ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ വിസിബിൾ ആവില്ല, അതങ്ങ് പോവുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് സൈറ്റിൽ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും വൃത്തിയായിട്ട് നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ, അത് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഇനി അടുത്തത് സേവനങ്ങളാണ്. ഈ സേവനങ്ങളും നിങ്ങൾക്കാണ് ക്രമീകരിക്കാൻ പറ്റുന്ന രീതിയിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഡമ്മി ആയിട്ട് വെച്ച സാധനങ്ങൾ ലിങ്ക് കറക്റ്റ് ആയിട്ട് പോകുന്നില്ലെങ്കിൽ നിങ്ങളുടെ ക്ലർക്കുമാരോട് പറഞ്ഞിട്ട് അത് ലിങ്ക് കറക്റ്റ് ആയിട്ട് പോകണം. ജനസാക്ഷ്യപത്രം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ കേസ്മാർട്ടിലെ ബർത്ത് സെർച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുപോലെയുള്ള എല്ലാം ഡയറക്റ്റ് ആയിട്ട് ജനങ്ങൾക്ക് ആവശ്യമുള്ള, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആലയമണ്ണ് ഏറ്റവും കൂടുതൽ വരുന്നത് അവിടെ പിന്നെ കെട്ടിട നിർമ്മാണ അനുമതി സംബന്ധിച്ച കാര്യമായിരിക്കാം. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഇതെല്ലാം നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റും, നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ക്രമീകരിച്ച് വെക്കുക. ഓക്കെ, അതാണ് സേവനങ്ങൾ സംബന്ധിച്ച്. ഇപ്പൊ ഇവിടെ കേന്ദ്ര സർക്കാർ സേവനങ്ങൾ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം, മറ്റ് സേവനങ്ങൾ ആഡ് ചെയ്യാം. വ്യൂ ഓൾ അടിച്ചു കഴിഞ്ഞാൽ എല്ലാ സേവനവും കിട്ടും. അതാ ഇവരിവിടെ ഫയൽ തിരയൽ എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമുക്ക് ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കാവുന്നതാണ്. ഓക്കെ, അത് നേരെ ഫയൽ തിരയിലേക്ക് വന്നു. അപ്പൊ അത് അവർ വെച്ചാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് സാമ്പിൾ ആണ് വെച്ചത്, അവരതിന്റെ ലോഗോ പോലും വെച്ച് എടുത്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ദെൻ അവരുടെ ഭരണ സംവിധാനമാണിത്. ഓക്കെ, ഇത് സേവനങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി പഞ്ചായത്ത്. എന്താണ് പഞ്ചായത്ത്? പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന സോക്കോൾഡ് പഞ്ചായത്ത് ഭരണസമിതി എന്നും പലപ്പോഴും തെറ്റിച്ച് പറയാറുണ്ട്. അങ്ങനെ സംഭവമില്ല. പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും മറ്റ് അംഗങ്ങളും അടങ്ങുന്ന സംവിധാനമാണ്. അതിനെക്കുറിച്ചുള്ള വിവരമാണ് ഇവിടെ രേഖപ്പെടുത്തേണ്ടത്. അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക. പിന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മറ്റ് ആളുകൾ, സെക്രട്ടറി ബിജുകുമാർ ആയിരിക്കും ഇതിലുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോ നിങ്ങളുടെ ഇവരുടെ വിവരങ്ങൾ കറക്റ്റ് ആണെന്ന് ഉറപ്പിക്കണം. ഇത് നിങ്ങൾ അതിൽ ചെയ്യുന്നതാണ്. പിന്നെ ഇതിലെ പ്രൊഫൈൽ എന്ന് പറയുന്നത് എന്താ? അപ്പൊ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒങ്ങോട്ടും പോകുന്നില്ല, അതൊരു പ്രശ്നമാണ്. അപ്പൊ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പറയണം. എന്താണ് പ്രൊഫൈൽ? എന്താണ് പ്രൊഫൈല്? നമ്മൾ നമ്മുടെ സൈറ്റ് ഉണ്ടാക്കിയപ്പം പിന്നെ അന്തർദേശീയ നിലവാരമൊക്കെ നമുക്ക് വേണം എന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പൊ ന്യൂയോർക്ക്, ഞാൻ സാമ്പിൾ എടുക്കുകയാണ്, ന്യൂയോർക്ക് കോർപ്പറേഷൻ, മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇപ്പോൾ ന്യൂയോർക്ക് മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ ആരാണ്? മംദാനിയാണ്, അല്ലെ? അപ്പൊ മംദാനിയെ കുറിച്ച് ജനങ്ങളെ അറിയിക്കണം എന്ന് വിചാരിക്കുക. നിങ്ങൾ വെറുതെ അങ്ങനെ ഒന്ന് എടുത്തുക. മുനിസിപ്പൽ കോർപ്പറേഷൻ, ഇതില് കയറി കഴിഞ്ഞാൽ അവരുടെ പ്രൊഫൈൽ ഉണ്ടാവും. അത് സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഇതില് ആ ഒരു പ്രൊഫൈലിംഗ് ആണ് നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ മംദാനിയെ കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത്. സിമിലർ വേയില് നമ്മുടെ പ്രസിഡന്റിന്റെയും നമ്മുടെ സെക്രട്ടറിയുടെയും വൈസ് പ്രസിഡന്റിന്റെയും ഒക്കെ പ്രൊഫൈൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം.
അപ്പോൾ ചില പ്രസിഡന്റുമാർക്കൊക്കെ ഹെവി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അല്ലാതെ വേറെ രീതിയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടാകും. ക്വാളിഫിക്കേഷൻ മാത്രമല്ല ഉദ്ദേശിച്ച് വേറെ രീതിയിൽ എക്സ്പീരിയൻസ് ഉണ്ടാവാം. അതൊക്കെ നമ്മളൊരു കണ്ടന്റ് തന്നിട്ട് അതിലേക്ക് മാത്രം ഇൻസിസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങളുടേതായ ഇവരുടെയൊക്കെ ബേസിക് പ്രൊഫൈൽ വേറൊരു സ്ഥലത്തുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ആ ബേസിക് പ്രൊഫൈലിന്റെ അപ്പുറത്തേക്കുള്ള പ്രൊഫൈൽ ആവശ്യമുണ്ടെങ്കിൽ അതിവിടെ രേഖപ്പെടുത്താനാണ് ഈ പ്രൊഫൈൽ എന്നുള്ള ബട്ടൺ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സെക്രട്ടറിക്ക് പല സെക്രട്ടറിമാരും നല്ല ക്വാളിഫൈഡ് ആയിരിക്കും, അങ്ങനെ കാര്യങ്ങളുണ്ടാവും, PhD ഉള്ള സെക്രട്ടറിമാരുണ്ടാവും. അപ്പൊ അവർക്ക് അവരുടെ PhD കുറിച്ച് അറിയിക്കാം. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അതായത് ഇതൊന്നും മാൻഡേറ്ററി അല്ല, ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ സൈറ്റിൽ ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നും ഉണ്ടാവരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ പ്രൊഫൈൽ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. അതാണ് പ്രൊഫൈൽ. പിന്നെ ഇവരുടെ ഇതൊക്കെ നമ്മുടെ സൈറ്റിലേക്ക് നമ്മുടെ ജീവനക്കാർ തന്നെ അപ്പ് ചെയ്യുന്നതാണ്. ഇത് നേരെ നമ്മൾ K-സ്മാർട്ടിൽ നിന്നാണ് എടുക്കുന്നത്. ഇത് K-സ്മാർട്ടിൽ ബാക്കിയുള്ള അംഗങ്ങളുടെ എല്ലാ വിവരങ്ങളും നിങ്ങൾ K-സ്മാർട്ടിൽ ID കാർഡിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സോ അതിൽ കൊടുത്തിരിക്കുന്ന പ്രൊഫൈലാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പൊ ബേസിക് പ്രൊഫൈൽ അതിൽ എടുത്തോളും, നിങ്ങൾ അതിൽ K-സ്മാർട്ടിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് K-സ്മാർട്ടാണ്. അപ്പോൾ നിങ്ങളുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് വെറും വെബ്സൈറ്റ് വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല. ഇനി ഇതിൽ ഒരുപാട് കാര്യങ്ങൾ K-സ്മാർട്ടിൽ നിന്ന് വരാനുണ്ട്. അത് ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ ഇനി അടുത്തതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് അംഗങ്ങളുടെ വിവരം K-സ്മാർട്ടിൽ ലിങ്ക് ചെയ്യുന്ന കാണിച്ചു തരാൻ കഴിയുമോ? അത് നിങ്ങളല്ല ചെയ്യുന്നത്, നിങ്ങൾ ചെയ്യേണ്ടതില്ല. നിങ്ങൾ K-സ്മാർട്ടിൽ കയറിയിട്ട് അംഗങ്ങളുടെ വിവരം അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി. അതെല്ലാ വെബ്സൈറ്റിലും അത് ഓൾറെഡി ഉണ്ടാവും. അത് നിങ്ങളല്ല ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ നിങ്ങൾ ചെയ്യേണ്ടാത്ത മറ്റു ചില കാര്യങ്ങൾ, ഇതൊന്നും നിങ്ങളല്ല ചെയ്യുന്നത്. പഞ്ചായത്ത് യോഗത്തിന്റെ മിനിറ്റ്സ് കാണണം. ഇപ്പൊ പബ്ലിക് ഡൊമൈനിൽ നേരത്തെ നമുക്ക് സകർമ്മ ഉണ്ടായിരുന്നു. അപ്പൊ പബ്ലിക് ഡൊമൈനിൽ ആർക്കും ഇപ്പൊ മിനിറ്റ്സ് കാണുന്നില്ലായിരുന്നു. അപ്പോൾ ഇപ്പം മുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും പബ്ലിക് ഡൊമൈനിൽ മിനിറ്റ്സ് കാണാൻ നിങ്ങളുടെ സൈറ്റ് എടുത്താൽ മതി. അപ്പൊ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ, കേരളത്തിൽ ഏത് പഞ്ചായത്തിലെ മിനിറ്റ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ത്രൂ ദെയർ വെബ്സൈറ്റ് ഓൺലി. അവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവരുടെ മീറ്റിംഗ് നോട്ടീസ് എടുക്കാൻ പറ്റും. ഇതാണ് അവരുടെ മീറ്റിംഗ് നോട്ടീസ്. അതേപോലെ തന്നെ അവരുടെ പിന്നെ മിനിറ്റ്സും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനുള്ള പിന്നെ ലിങ്ക് ഇതാ ഇവിടെയാണുള്ളത്. ഇത് നിങ്ങളല്ല വെക്കുന്നത്, നമ്മളാണ് വെക്കുന്നത്. ഇപ്പൊ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗമാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന്റെ മിനിറ്റ്സ് ആണ് കിട്ടുക. അതുപോലെ അപ്പോൾ ഇവിടെ മീറ്റിംഗ് മിനിറ്റ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതാ അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് ആണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെയും മിനിറ്റ്സ് കിട്ടും. ഞാൻ റാൻഡം ആയിട്ട് ഓരോന്നാണ് എടുക്കുന്നത്, നിങ്ങൾ കണ്ടല്ലോ. സോ ഇത് മനസ്സിലായോ? അപ്പോൾ പിന്നെ പഴയ തീരുമാനങ്ങൾ വേണമെന്ന് വിചാരിക്കുക. പഴയ തീരുമാനങ്ങൾ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് പോകും? നേരത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സകർമ്മയിൽ പോയിട്ട് അതിൽ 4,20,746 മിനിറ്റ്സ് അതിലുണ്ട്. നമ്മൾ ഇതൊക്കെ ചെയ്തപ്പോൾ പിന്നെ കേരളത്തിന് മറ്റെവിടെയും ഇങ്ങനത്തെ ഒരു മാതൃക പോലും ഇല്ല. 2016 മുതൽ നമ്മളിത് ചെയ്തതാണ്. ഇത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, സ്റ്റിൽ K-സ്മാർട്ട് വരുന്നവരെ. അപ്പൊ അതിൽ ഏകദേശം ഇത്രയും മിനിറ്റ്സുകൾ അതിൽ ഉണ്ട്. ആ മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അത് നിങ്ങൾക്കറിയാം എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതൊക്കെ. ഓക്കെ. അപ്പോൾ പഴയ മിനിറ്റ്സ് എല്ലാം ഇതുവഴി തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നതല്ല, അതെല്ലാം K-സ്മാർട്ടിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ വെബ്സൈറ്റ് ഓൾവേസ് വിൽ ബി ലിങ്ക്ഡ് വിത്ത് K-സ്മാർട്ട്. ഇത് കൂടാതെ മറ്റു പല കാര്യങ്ങളും ഇപ്പൊ ഈ സേവനത്തിന്റെ ഭാഗത്തേക്ക് വരും. അപ്പൊ നിങ്ങളുടെ ട്രേഡേഴ്സിന്റെ ലിസ്റ്റ് ഇവിടെ വരും. അത് നിങ്ങൾ ആഡ് ചെയ്യുന്നതല്ല, അതൊന്നും നിങ്ങൾ നോക്കേണ്ടതില്ല. K-സ്മാർട്ടിൽ കൊടുക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കിന് അറിയേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഇതിലേക്ക് വരും. ഇപ്പോൾ ഫിനാൻഷ്യൽ വിവരങ്ങൾ വരാം, ഒരുപാട് കാര്യങ്ങൾ ഓരോ ദിവസം എന്നുള്ള രീതിയിൽ പബ്ലിക് ഡൊമൈനിൽ കൊടുക്കേണ്ടത് ഇവിടെ വന്നുകൊണ്ടേയിരിക്കും. അതൊക്കെ വരുന്നത് നിങ്ങളുടെ വെബ്സൈറ്റിലായിരിക്കും. ആ വെബ്സൈറ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ജനങ്ങൾ ഇന്ററാക്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നതായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റ്. സോ സെക്രട്ടറി ഷുഡ് ബി ആ കാര്യത്തിൽ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇതിൽ ഓരോ കണ്ടന്റും കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പരാതി വന്നിട്ടുണ്ടായിരുന്നു. അതിലെന്തോ 1-2 കാര്യങ്ങൾ വെച്ചുകൊണ്ട് പഴയ ഡാറ്റയാണെന്ന് പറഞ്ഞുകൊണ്ട്. പഴയ ഡാറ്റ എന്നുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പൊ ആനന്ദ് എസ് പ്രസിഡന്റ് മാറിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യണം. നിങ്ങൾ K-സ്മാർട്ടിൽ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ തന്നെ. കാരണം ഇവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്കൊരു പ്രൊവിഷൻ തന്നിരിക്കുകയാണ്. ഇവരുടെ പടം കുറച്ചും കൂടി ഉഷാറായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് ഭംഗിയുള്ളത് കൊടുക്കുകയും വേണം, പ്രൊഫൈലിങ്ങും കൂടിയും വേണം എന്നുള്ളത് കൊണ്ടാണ്. അത് K-സ്മാർട്ടിൽ നമ്മൾ പ്രൊഫൈൽ ലിമിറ്റഡ് ആണ്.
അതിന് അപ്പുറത്തേക്ക് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കണം എന്നുള്ള ഉദ്ദേശം പലരും പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു സംഭവം നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതായത് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതിക്കോട്ടെ. വയനാട്, കാസർഗോഡ്, പാലക്കാട്, പുതുശ്ശേരി പഞ്ചായത്ത്, പുതുശ്ശേരി പഞ്ചായത്ത് ഇല്ലേ? മനസ്സിലായോ? അത് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമുക്കൊന്ന് നോക്കാം. പുതുശ്ശേരിയുടെ സൈറ്റ് ഒന്ന് എടുത്തു നോക്കാം. അപ്പോ ഇതാണ് പുതുശ്ശേരി പഞ്ചായത്ത്. പുതുശ്ശേരിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമേജസ് ഒക്കെ ഇടണം. ഇത് നമ്മൾ സാമ്പിൾ കൊടുത്ത ഇമേജസ് ആണ് അവരിട്ടത്. ഓക്കെ. അപ്പൊ അവരുടെ ഹരിത കർമ്മസേനയുടെ കാര്യങ്ങൾ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് പുതുശ്ശേരിയുടെ വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഞങ്ങളെക്കുറിച്ച് എന്ന് പറയുമ്പോൾ ഇത് ഒറ്റ നോട്ടത്തിൽ ജനത്തിന് ആ പഞ്ചായത്ത് എന്താണ് അതിന്റെ വിശദാംശങ്ങൾ അറിയണം. അപ്പോൾ ഇത് മാത്രമല്ലല്ലോ, കാരണം ഇവർക്ക് ഒരുപാട് അവാർഡുകൾ കിട്ടാം. നിങ്ങൾക്ക് എല്ലാവർക്കും ISO എങ്കിലും കിട്ടിയിട്ടുണ്ടാവില്ലേ? അതൊരു നേട്ടമാണല്ലോ. അത് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. അപ്പൊ നിങ്ങളെ നേട്ടങ്ങള്, അവാർഡുകള്, എല്ലാ വിവരവും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ അഡാട്ടിൻ്റെ കാണിച്ചു തരാം. അഡാട്ട് പഞ്ചായത്ത് മതിലകത്തിന് അവാർഡ് ഉണ്ടോ? സോ ഇവിടെ നിങ്ങൾക്ക് വേണ്ടോ, ഇവര് എഴുതിയിട്ടുണ്ട് കുറെ ISO അംഗീകാരത്തെ കുറിച്ച് അവാർഡുകൾ, ഇവരുടെ അവാർഡുകൾ എന്തൊക്കെയാന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. അതെല്ലാം അവിടെ വരണം. അപ്പം ഈ ഒരു ഞങ്ങളെക്കുറിച്ച് എന്നുള്ള ഭാഗത്ത് നിങ്ങളെക്കുറിച്ച് ജനങ്ങൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കി എഴുതണം. അപ്പൊ ചുരുക്കി ഇവിടെ ഫ്രണ്ടിൽ കുറച്ചേ കാണുമെങ്കിൽ പോലും ഉള്ളോട്ട് കയറിയിട്ട് നിങ്ങൾക്ക് ഓരോ പേജിലും ഓരോ അവാർഡ്, ഇതിപ്പോ ഇങ്ങനെ മാത്രം എഴുതിയാൽ പോരെ. എന്നാണ് ഈ ശുചിത്വ തീരം, സുന്ദര തീരം അവാർഡ് കിട്ടിയത്, അതിന്റെ പിക്ചർ കൊടുക്കാൻ നിങ്ങൾക്ക്. അവാർഡ് ചിലപ്പം അലമാരയിൽ നിന്ന് ആരെയും എടുത്തുകൊണ്ട് പോകായിരിക്കും, പക്ഷെ അതിന്റെ ഒരു പിക്ചറെങ്കിലും എടുത്ത് ഇവിടെ ഇട്ടൂടെ നിങ്ങൾക്ക്? ഇത്രയും സൗകര്യമാണ് അതിന് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിർമ്മൽ പുരസ്കാരത്തിന്റെ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, ഡീറ്റെയിൽസ് എഴുതണം. വെറുതെ ഇതൊക്കെ എന്താണെന്നുള്ളതല്ല, എന്നാണ് കിട്ടിയത്, എന്തിനാണ് കിട്ടിയത് എന്ന് തുടങ്ങിയിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ അവിടെ എഴുതണം. ഓക്കെ, സോ അതിന് കുറച്ച് സമയം നിങ്ങൾ നിങ്ങളുടെ TA-ക്കും നോഡൽ ഓഫീസർക്കും കൊടുത്ത് അവരെ കൊണ്ട് അത് ചെയ്യിപ്പിക്കണം. എന്നിട്ട് ഇത് ഭംഗിയാക്കണം. അപ്പൊ നാളെ ഒരു പക്ഷേ ഈ അവാർഡിനും നിങ്ങളുടെ വെബ്സൈറ്റ് ഒരു ഐറ്റമായിട്ട് എടുക്കൂല എന്ന് എനിക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഇതും കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇത് അഡാട്ട് പഞ്ചായത്തിനാണ്. അവർക്കൊരു കുറെ അവാർഡുകൾ കിട്ടുന്ന ആളാണ്. അവാർഡ് അടിച്ചു കഴിഞ്ഞാൽ മികച്ച ഗ്രാമപഞ്ചായത്ത് അങ്ങനെ കിട്ടിയിട്ടുണ്ട് വർഷത്തിൽ. അപ്പൊ അതാണ് ഞങ്ങളെക്കുറിച്ച് എന്നുള്ള കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് K-സ്മാർട്ടിലേക്ക് മൊബൈൽ ആപ്പിലേക്കുള്ള ലിങ്കാണ്. പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ ചരിത്രമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടാവും. ആ ഗ്രാമപഞ്ചായത്തിന്റെ മുഴുവൻ ചരിത്രമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത് കംപ്ലീറ്റ് വിവരങ്ങൾ കൊടുക്കണം. ഓരോ ചരിത്രവും ഇവിടെ കൊടുത്തതിന് ശേഷം അടുത്ത ഭാഗമാണ് വാർത്തകളും ലേഖനങ്ങളും. അത് പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടന്നു, അപ്പൊ അതിന്റെ ഒരു വാർത്ത ഉണ്ടാവാം. അപ്പൊ ആ വാർത്ത നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ലേഖനങ്ങൾ കൊടുക്കാം. ചില ആർട്ടിക്കിൾസ് ആരെങ്കിലും ഒക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം. അപ്പൊ അത് കൊടുക്കാൻ നേരെ താഴെ ഒന്ന്. ഓക്കെ, ഇതാണ് വാർത്തകൾ. ഇപ്പൊ ഇഷ്ടംപോലെ വാർത്തകൾ കൊടുക്കാം. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് എത്ര വാർത്ത വേണമെങ്കിലും ഇതിൽ കൊടുക്കാം. കുറച്ച് പഴയ വാർത്തകളൊക്കെ ഇതിൽ കാണാം. അങ്ങനെ ഒരു വാർത്ത കാണണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ വാർത്തയ്ക്കുള്ള ഇമേജ് എന്താണ് അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതാണ് വാർത്തകളും ലേഖനങ്ങളും. ഇപ്പൊ പഞ്ചായത്തിനെ കുറിക്കുന്ന മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. പിന്നെ ഗാലറിയാണ് അടുത്തത്. ഗാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തിൽ ഏറ്റവും ഭംഗിയുള്ള കുറെ സ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ ജൈവവൈദ്യ രജിസ്റ്റർ ഉണ്ടാവും. ഇപ്പൊ അതായത് ചില കണ്ടൽ കാടുകൾ ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള ഒരു വിവരണവും ആ ഒരു ഇമേജുമാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അവിടേക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് മുഴപ്പിലങ്ങാട് ബീച്ച്, ആ ബീച്ചിലേക്ക് എത്തിപ്പെടാനുള്ള ലൊക്കേഷൻ മാപ്പ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ മാപ്പാണിത്. അപ്പൊ അങ്ങനെ ഒരു പൊതുവിവരം ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. പാലയമണക്ക് അത് ചെയ്തിട്ടുണ്ടോ?
അതായത് ഇപ്പോ കുറച്ചെണ്ണം ഗാലറിയിൽ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ ഓയിൽ പാമാണ്. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്താണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ ഈ ഒരു ഭാഗത്ത് കൊടുക്കണം. ഓക്കെ, അതാണ് ഗാലറി. ഗാലറിയിൽ അങ്ങനെ നമ്പർ ഓഫ് കാര്യങ്ങൾ നമുക്ക് കൊടുക്കാം. പിന്നെ ഇത് ഓരോ ലോക്കൽ മീൻസ് LSTD ഇതിനൊക്കെ വെബ്സൈറ്റിലേക്കുള്ള ലിങ്കുകളാണ്. ഇത്രയാണ് ഫസ്റ്റ് പേജിൽ ഹോം പേജിലുള്ളത്. പിന്നെ മെനു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. മെനുവും ഹോം പേജും വിശദമായിട്ട് മനസ്സിലായോ? തൃശ്ശൂർ ജില്ലയില് വല്ലച്ചിറ പഞ്ചായത്ത്, വല്ലച്ചിറയില്ലേ? വരവൂരുണ്ടോ? വരവൂരില്ല? സാറേ വല്ലച്ചിറയുണ്ട്. മനസ്സിലായോ പറഞ്ഞതൊക്കെ? ആ പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി സാർ. ഓക്കെ. മാള പഞ്ചായത്തിന്റെ സ്ഥിതി എന്താ മനസ്സിലായോ? മാള മനസ്സിലായി സാറേ. ഓക്കെ, അപ്പോ ഇത് സെക്രട്ടറിമാരാണ് അതിലെ കണ്ടന്റുകളെല്ലാം അപ്ഡേറ്റഡ് ആണ് എന്ന് ഉറപ്പിക്കേണ്ടത്. ഇത് നമ്മൾ മാളയുടെ സൈറ്റാണ്. വളരെ വൃത്തിയായിട്ട് ഒരു ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഓക്കെ, നന്നായിട്ടുണ്ട്. പിന്നെ ഇമേജുകൾ, ഈ ഒരു ഇമേജ് ചെറിയൊരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. അത് ഫീൽ ചെയ്തിട്ടുണ്ടോ അറിയില്ല. അതായത് കുറച്ചൊന്ന് സൈസ് ചെറുതാക്കിയതായിട്ട് ഒരു ഫീൽ വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. ആളുകളെ രൂപം അതിൽ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ സെക്രട്ടറി ഉഷ മാഡം അങ്ങനെ തന്നെയാണോ? സെക്രട്ടറി ആണോ കയറിയത്? സെക്രട്ടറി അല്ല, സെക്രട്ടറി കമ്മിറ്റിയിലാ. ഓക്കെ, ഓക്കെ. അപ്പോ സെക്രട്ടറിമാരെ ഈ മീറ്റിംഗിൽ വിളിച്ചത് ഇതിന്റെ പ്രാധാന്യം അവർക്ക് ബോധ്യപ്പെടാനും അതായത് ഉത്തരവാദിത്വം അവർക്ക് പൂർണ്ണമായിട്ടും ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇതിലൊരു കണ്ടന്റ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഞാനൊരു 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇത് അവസാനിപ്പിച്ചോളാം. ഞാൻ 2 മണിക്കൂർ ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ സെക്രട്ടറിമാര് എന്താ തിരക്കറിയുന്ന ഒരു സെക്രട്ടറി തന്നെയാണ് ഞാൻ. അതുകൊണ്ട് കൂടുതലായിട്ട് നിങ്ങളുടെ സംശയങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ സൈറ്റ് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സൈറ്റിലെ കണ്ടന്റുകളെ കുറിച്ചുള്ള ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കട്ടെ. ഇനി ഓരോ കണ്ടന്റും എങ്ങനെയാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു നോഡൽ ഓഫീസറുടെ ഇതെങ്കിലും ഒന്ന് കുറിച്ചിട്ടേക്കാണ്. നിങ്ങൾ നോഡൽ ഓഫീസറുടെ ക്രെഡൻഷ്യൽ ഉണ്ടാവും, പാസ്വേഡ് ഉണ്ടാവും. അത് നിങ്ങൾ ഒരു പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യാനോ, അതായത് ഒരു യൂസർ പിന്നെ എഡിറ്റർ ആക്കി നിങ്ങൾ വെച്ചിരുന്നു. ആ എഡിറ്ററുടെ അപ്പോഴുള്ള ഇമെയിൽ ID ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആ എഡിറ്റർ എന്ന് പറയുന്നത് ആരാണോ നിങ്ങൾ നിശ്ചയിക്കുന്നത് അയാളുടെ ഇമെയിൽ ID ആയിരിക്കണം നിങ്ങൾ കൊടുക്കേണ്ടത്. ഇന്നൊരാളാണ് ഉള്ളത്, അയാളുടെ ഡീറ്റെയിൽസ് പോയി വേറൊരാൾ വന്നു, അപ്പോൾ അയാളെ നിങ്ങൾക്ക് ഇനാക്റ്റീവ് ആക്കിയിട്ട് പുതിയ ആൾക്ക് യൂസർ കൊടുക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു യൂസർ അവിടെ ഉണ്ട്, അതാണ് നോഡൽ ഓഫീസർ. അത് നിങ്ങളാണ്. ആ നോഡൽ ഓഫീസറുടെ യൂസർ ID-യും ക്രെഡൻഷ്യലും നിങ്ങളെ കയ്യിൽ തന്നെയാണ് വേണ്ടത്. അത് വേറെ ആർക്കും കൊടുക്കരുത്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രയാസത്തിലേക്ക് പോകും. കാരണം എഡിറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തി കഴിഞ്ഞാൽ അയാളാണത് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ഒരു യൂസർ, എഡിറ്റർ എന്ന് പറഞ്ഞ യൂസർ അവിടെ ഉണ്ടാവും, പിന്നെ പബ്ലിഷർ എന്ന് പറഞ്ഞ യൂസർ ഉണ്ടാവും. ആ യൂസർ നെയിം എഡിറ്റർ എന്നായിരിക്കും നിങ്ങളത് ഉണ്ടാവുക. ഞാൻ സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ഇതല്ല, എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളടക്കവും സ്ട്രക്ചറും അവിടെ അവൈലബിൾ ആയിരിക്കും. ഉള്ളടക്കം ആണ് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്യുക. നമ്മൾ ഏറ്റവും മുകളിൽ കണ്ട ബേസിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, എഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അതൊന്നും നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടതില്ല. അത് മിക്കവാറും അവരിപ്പോൾ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കണം. കാരണം പഞ്ചായത്ത് ഓഫീസിലേക്കുള്ള മാപ്പ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറയാം. അപ്പോൾ കുറച്ച് ഫോൺ നമ്പറേ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. അത് എങ്ങനെയാണ് തിരുത്തുക? ഇവിടെ ക്ലിക്ക് ചെയ്യുക, തിരുത്തിയിട്ട് പുതിയ ഫോൺ നമ്പറുകൾ ഉണ്ടെങ്കിൽ താഴെ
ആഡ് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഇമെയിൽ അഡ്രസ്സുകൾ ആഡ് ചെയ്യാം. ആഡ് ഫോൺ നമ്പർ എന്ന് പറഞ്ഞത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഫോൺ നമ്പറുകൾ ക്ലിക്ക് ചെയ്യാം. അതിലേക്ക് എത്ര നമ്പർ വേണമെങ്കിലും അവർക്ക് ആഡ് ചെയ്യാം. അപ്പം പഞ്ചായത്തിലുള്ള മുഴുവൻ നമ്പറും ആ ഫ്രണ്ടിൽ തന്നെ കയറിയിട്ട് ക്ലിക്ക് ചെയ്താൽ അവർക്ക് കിട്ടണം. അതിന് നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ടത് ബേസിക് ഡീറ്റെയിൽസ് ആണ്. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ഞാനൊരു മീറ്റിംഗിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടത് അതിന്റെ തൊട്ട് താഴെ കാണുന്ന കറോസൽ എന്ന് പറഞ്ഞത്. കറോസൽ എന്ന് പറയുന്നത് നിങ്ങൾ ആ കണ്ട ഇമേജ് ആണ്. അപ്പം വികസന നേട്ടങ്ങളിൽ ആ ഇമേജ് മാറ്റണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഒഴിവാക്കുക എന്നിട്ട് പുതിയ ഇമേജ് ആഡ് ചെയ്യും. അത്രയുള്ള സിമ്പിൾ. ഇതിപ്പോ ഞാൻ ഒഴിവാക്കി, ഇത് ഇവിടുന്ന് തിരഞ്ഞെടുക്കുക, പുതിയൊരു ഇമേജ് ഞാൻ അതിന് പകരം ഈ ഒരു ഇമേജ് എടുക്കുന്നു, ഓപ്പൺ ചെയ്യുക. അത് സൈസ് കൂടുതലാണ്, അതുകൊണ്ടാണ്. ചെറിയ സൈസ് ഉള്ളതായിരിക്കണം. സോ ഞാൻ ചെറിയ സൈസ് ഉള്ളത് എടുത്തു. എന്നിട്ട് അതിന് പേര് കൊടുത്തു. എന്നിട്ട് അതിനെ കണ്ടന്റ് കൊടുത്തു. ഞാൻ ജസ്റ്റ് ഡമ്മി കണ്ടന്റ് ആണ് ഈ കാണിച്ചൊക്കെ. അതിലുള്ള ബട്ടണുകൾ, അതെങ്ങനെ 6 ബട്ടൺ നിങ്ങൾക്ക് വെക്കാം. ഈ 6 ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രമീകരിക്കുകയും ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണോ അത് ആദ്യം വെക്കുക എന്നുള്ള രീതിയിലാണ്. ഞാനൊരു മീറ്റിങ്ങിലാണ്. ഐ വിൽ കോൾ ബാക്ക് യു. ക്ലിയർ ആയല്ലോ? ഇത് സൂക്ഷിച്ചു വെക്കുക, ക്ലിക്ക് ചെയ്യാം. അതാണ് കറോസൽ. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട ഏറ്റവും ബാക്ക് ടു സൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അപ്ഡേറ്റ് ചെയ്തതൊക്കെ ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഈ ഒരു ഇമേജ് ആണ് ഇപ്പോൾ നമ്മൾ മാറ്റിയത്. ഈ ഒരു ഇമേജ് ഇതാണ് മാറ്റിയത്. അങ്ങനെ ഇവിടെയുള്ള ഈ കണ്ടന്റ് മാറ്റാം, ഒക്കെ ചെയ്യാം. ഇവിടെ പുതിയൊരു സ്ലൈഡർ നിങ്ങൾക്ക് വേണോ, ഇതെല്ലാം 3 കൂടുതൽ വേണോ, അതും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്നത് ഇവിടെ പോവുക, ആഡ് കണ്ടന്റ് കൊടുക്കുക, എന്നിട്ട് കറോസൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കുക. തലക്കെട്ട് കൊടുക്കുക, അതിനെന്തെങ്കിലും ഒരു തലക്കെട്ട് കൊടുക്കുക. അവിടെ ഒരു പ്രധാനപ്പെട്ട, ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരു സ്ഥലത്തെ ഒരു വെബ്സൈറ്റ് കാണിച്ചു തരാം. ഇപ്പൊ താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. ഇപ്പൊ താമരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അവർക്ക് കമ്മ്യൂണിറ്റി ഡിജിറ്റൽ ലേണിംഗ് സ്പേസ് എന്ന് പറഞ്ഞൊരു സ്പേസ് ഉണ്ട്. അപ്പൊ അതിനെക്കുറിച്ച്, അതിലേക്ക് പോകാനുള്ളൊരു ബട്ടൺ അടക്കം മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഉൾപ്പെടെയുള്ള ബട്ടൺ അടക്കം നിങ്ങൾക്ക് ഇവിടെ അത് സംബന്ധിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സ്പെസിഫിക് സാധനം ഉണ്ടെങ്കിലാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് സാധനമുണ്ട്, നിങ്ങൾക്ക് ഉദാഹരണം വാടക കൊടുക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാവുമല്ലോ, മീൻസ് ഹോളുകൾ ഉണ്ടാവാം. അപ്പൊ അതിനെക്കുറിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നാവിഗേറ്റ് ചെയ്തോളൂ. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾ ക്രമീകരിച്ചാൽ മതി. അതിന് വേണ്ടിയിട്ടാണ് ഈ ക്രിയേറ്റ് കറോസൽ എന്ന് പറയുന്ന സംഭവം. അപ്പൊ ബട്ടണുകൾ കൊടുക്കാനുള്ള സംഭവം ഉൾപ്പെടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി അടുത്തത് കറോസൽ കൂടാണ്ട് ഇനിയുള്ളത് എന്താ, അതിന്റെ തൊട്ട് താഴെയുള്ള നമ്മുടെ അപ്ഡേറ്റ്സ്, താഴെ കൂടെ പോകുന്ന അപ്ഡേറ്റ്സ്, അതായത് ഈ ടെൻഡർ പരസ്യം, നികുതി പിരിവ് ക്യാമ്പ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടി എല്ലാവരോടും പറയാനുള്ളത്, ഒരു ടെൻഡർ പരസ്യം കൊടുത്തു, അത് നിങ്ങൾ ഇംഗ്ലീഷിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ പോയിട്ട് ട്രാൻസ്ലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ട്രാൻസ്ലേറ്റ്. ഏസർ ആരാണത്? അവരൊക്കെ വേറെ ഏതോ ലോകത്താണ്. ഇതിപ്പോ വെറുതെ തുറന്നു വെച്ചാന്ന് തോന്നുന്നുണ്ട്. ടെൻഡർ പരസ്യം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ടെൻഡർ പരസ്യത്തിന്റെ ലെഫ്റ്റിൽ കാണുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പൊ അതിൽ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കുറവാണ്, അല്ല, ശൂന്യമാണ്. അപ്പൊ ഇത് ചേർക്കാൻ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് അവരിത് എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ ടെൻഡർ അഡ്വർടൈസ്മെന്റ് എന്ന് കൊടുക്കണം. അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. എന്ന് മുതൽ എന്ന് വരെ അവിടെ വേണം. എന്നാണ് സ്റ്റാർട്ടിംഗ് ഡേറ്റ്, എന്നാണ് എൻഡിങ് ഡേറ്റ്. പിന്നെ അതിന്റെ ബോഡി അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ അത് സംബന്ധിച്ച് 10ഓളം ഫയലുകൾ നിങ്ങൾക്ക് ഇമേജ് ആയിട്ടും
മറ്റു കാര്യങ്ങളായിട്ടും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ലിങ്ക് ടെൻഡർ ആണെങ്കിൽ നമ്മൾ ഈ ടെൻഡർ സൈറ്റിലേക്കായിരിക്കും കൊടുക്കുക. ടെൻഡറിലേക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ലിങ്കും കൊടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇംഗ്ലീഷുമായി. അപ്പോൾ ഇംഗ്ലീഷായി. ഇപ്പം വീണ്ടും സൈറ്റ് മലയാളത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മലയാളത്തിലായി. ഇപ്പം ഇംഗ്ലീഷിലും ഉണ്ടാവും. അതാണ് ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന ഇംഗ്ലീഷ് കണ്ടന്റ്, അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞ കണ്ടന്റ്. സിമിലർ വേയിൽ നിങ്ങൾക്ക് ഈ ക്വിക്ക് സർവീസസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും, പുതിയ ക്വിക്ക് സർവീസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യേണ്ടത് ഇതുപോലെ ഉള്ളടക്കത്തിൽ പോവുക, സെർച്ച് ചെയ്ത് മാറ്റണമെങ്കിലോ ഒഴിവാക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് ക്വിക്ക് സർവീസ് എടുക്കുക, ഫിൽട്ടർ ചെയ്യാം. ഫിൽട്ടർ ചെയ്തിട്ട് ഏതാണോ നമുക്ക് ഒഴിവാക്കേണ്ടത്, ഇപ്പോൾ ഫയൽ തിരയിൽ ഒഴിവാക്കുക അല്ലെ ആഡ് ചെയ്യണം, അങ്ങനെ എന്താണോ പുതിയത് ആഡ് ചെയ്യണമെങ്കിൽ അത് കൊടുക്കുക, അതിന്റെ വിവരങ്ങളും കൊടുക്കുക. അതാണ് ക്വിക്ക് സർവീസസ്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് ബാക്ക് ടു സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പഞ്ചായത്ത്, അതായത് ഗവേണിംഗ് ബോഡി എങ്ങനെയാണ് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെ ഒക്കെ പടം മാറ്റുക നോക്കാം. ഈ കണ്ടന്റ് മാറ്റുക, ഉള്ളടക്കത്തിൽ പോവുക. ഉള്ളടക്കത്തിൽ പോയതിന് ശേഷം ഉള്ളടക്കത്തിൽ പോയിട്ട് കണ്ടന്റ് ടൈപ്പ് ഗവേണിംഗ് ബോഡി തിരഞ്ഞെടുക്കുക, ഫിൽട്ടർ കൊടുക്കുക. അതിനുശേഷം അവരോട് തിരുത്തുക, ഇത് പഞ്ചായത്തിന്റെ ഇത് തിരുത്തുക എന്ന് പറയുക. അപ്പോൾ പഞ്ചായത്തിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് തന്നെ തിരുത്താൻ പറ്റും. അതെല്ലാം തിരുത്തുക. പേര് ഇപ്പൊ ഞാൻ വെറുതെ പേര് ഇവിടെ അടിച്ചിടുക, ഇംഗ്ലീഷിലല്ല മലയാളത്തിൽ പേരടിച്ചിടുക. ഞാൻ ഡമ്മിയായിട്ട് കുറച്ച് ഇതിട്ടെന്നേ ഉള്ളൂ. ആളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ദെൻ ഇവിടെ അദ്ദേഹത്തിന് ഒരു പ്രൊഫൈൽ ലിങ്ക് ഉണ്ടാക്കണം. അത് ഞാൻ നേരത്തെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. എന്നിട്ട് അത് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുത്തിട്ട് അവസാനം സേവ് ചെയ്യാം. അപ്പൊ ചില സ്ഥലങ്ങളിൽ ഇത് ക്രമീകരിക്കുന്നത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ആൾ ഇദ്ദേഹമാണ് വരേണ്ടത്. ഇദ്ദേഹം പ്രസിഡന്റ് ആണ്. പക്ഷെ ഇദ്ദേഹത്തിന് ഏറ്റവും അവസാനമാണ് ഇപ്പോൾ വന്നതെങ്കിൽ ഇദ്ദേഹത്തിന് ഇതാ ഇവിടെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ മുകളിൽ കൊണ്ടുപോയാൽ മതി. അപ്പൊ അത് ഏറ്റവും ടോപ്പിൽ എത്തിക്കോളും. അപ്പൊ അങ്ങനെയാണ് അത് ക്രമീകരിക്കേണ്ടത്. അപ്പൊ സൂക്ഷിച്ചു വെക്കുക, ക്ലിക്ക് ചെയ്യുക. അപ്പൊ എന്തായി, ഗവേണിംഗ് ബോഡി എന്ന് പറഞ്ഞ ആ കാര്യം നമുക്കിതിൽ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരാളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണമെങ്കിൽ അയാളുടെ പേര് വെച്ചുകൊണ്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. ഒരാളുടെ പ്രൊഫൈൽ ഉണ്ടാക്കണമെങ്കിൽ ഒരാളുടെ പേര് വെച്ചുകൊണ്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? ഉള്ളടക്കത്തിൽ പോവുക, എന്നിട്ട് ആഡ് കണ്ടന്റ് എടുക്കുക. ആഡ് കണ്ടന്റ് എടുത്തിട്ട് ബേസിക് പേജ് അല്ലെങ്കിൽ അടിസ്ഥാന താള് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പേജാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഞാൻ ബഷീർ എന്ന് ഇതിൽ അടിക്കുക. ഇത്രേ അടിക്കേണ്ടുള്ളൂ, എൻ്റെ പേര് മാത്രം ഇതിൽ അടിച്ചു വെക്കുക. അപ്പോൾ അടിച്ചിട്ട് അതിനെ ഘടന അതിനുള്ളിലെ കണ്ടന്റ് എന്താണ് വേണ്ടത് അത് കൊടുക്കുക, ഫോട്ടോ കൊടുക്കുക, അതെല്ലാം കൊടുക്കുക, ലിങ്ക് ഉണ്ട് ലിങ്ക് കൊടുക്കുക, സൂക്ഷിച്ചു വെക്കുക, ക്ലിക്ക് ചെയ്യുക. ഇത്രേ പണിയുള്ളൂ. അപ്പോൾ നിങ്ങൾ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം, നിങ്ങൾ സെക്രട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പ്രൊഫൈലിൽ നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് പബ്ലിക്കിനെ അറിയിക്കാം പ്രൊഫൈൽ പേജിൽ. അതിനുള്ള ക്രമീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഗവേണിംഗ് ബോഡിയിലേക്ക് അത് വിളിച്ചാൽ മതി, ആ പേര് വിളിച്ചാൽ മതി, അതവിടെ വരും. അതായത് അതെങ്ങനെയാണ് ഈ ഗവേണിംഗ് ബോഡി എടുക്കുന്നു. ഇദ്ദേഹത്തിന്റെ ഇതാണ് പ്രൊഫൈൽ പേജ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഡമ്മി ആയിട്ടുള്ളത് ഒഴിവാക്കണം. രവീന്ദ്രനാണ് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ലിങ്ക് വരുന്നത്. ഞാൻ ജസ്റ്റ് രവീന്ദ്രൻ അടിക്കുമ്പോഴേക്ക് തന്നെ വന്നു കഴിഞ്ഞു. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇത് വേറെ മാറ്റൊന്നും വരുത്തണ്ട. ജസ്റ്റ് അവിടെ വെച്ചിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രൊഫൈൽ പേജ് കിട്ടും. ഇദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈൽ പേജ് കിട്ടും. അങ്ങനെയാണ് പ്രൊഫൈൽ. അപ്പൊ ബാക്കി കാര്യങ്ങളൊന്നും അതിൽ നിങ്ങൾ ചെയ്യേണ്ടതല്ല. പിന്നെ ഈ ഒരു ബേസിക് ഡീറ്റെയിൽസും കൊടുക്കണം. പഞ്ചായത്തിനെ കുറിക്കുന്ന ഒരു ബേസിക് ഡീറ്റെയിൽസും കൊടുക്കണം. അത് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. ഇനി ബാക്കിയുള്ളത് നെക്സ്റ്റ് ഇതിന് താഴെയുള്ളത് ഞങ്ങളെ കുറിച്ചാണ്. അത് എബൌട്ട് അസ് ആണ്. ഇപ്പോൾ ഇവിടെ ഒരു അവാർഡ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ സെർച്ചിൽ പോയിട്ട് നിങ്ങൾ എബൌട്ട് അസ്, നമ്മളെ കുറിച്ച് എടുത്തിട്ട് ഫിൽട്ടർ ചെയ്യുക. ഫിൽട്ടർ ചെയ്തിട്ട് ഒറ്റ നോട്ടത്തിൽ നിന്നുള്ളത് തിരുത്തുക, കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തുള്ള കണ്ടന്റ് തിരുത്തുക. അവാർഡ് വേണമെങ്കിൽ അവാർഡ്, പുതിയ സാധനങ്ങൾ വേണമെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഇതിലിങ്ങനെ ആഡ് ചെയ്ത് പോകാം. അപ്പൊ ആളുകൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് പിന്നീട് പോവുക. ഇനി അടുത്ത ഉള്ളടക്കം.
ഇത് മനസ്സിലായോ എല്ലാവർക്കും? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ആരെങ്കിലും ഒന്ന് പറയൂ. ഇപ്പൊ ഞാൻ പേര് വിളിക്കണം. ഓക്കെ. ഇനി നമ്മള് താഴെ ശരി, വാർത്തകളാണ്. അപ്പോൾ ഉദ്ഘാടനം നടത്തി അല്ലെങ്കിൽ വേറെ പ്രധാനപ്പെട്ട എന്തെങ്കിലും വാർത്ത, അപ്പോൾ നിങ്ങൾ എല്ലാവരും മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുകയാണ്. അത് നടത്തി കഴിഞ്ഞാൽ അതൊക്കെ ജനങ്ങൾക്ക് കാണണം. അപ്പൊ അത് സംബന്ധിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ രേഖപ്പെടുത്താൻ പറ്റും. അപ്പോൾ അതാണ് ഈ വാർത്തകൾ. ഇപ്പൊ ഇങ്ങനെ പുതിയ വാർത്ത ചേർക്കുക സിമ്പിളാണ്. ഉള്ളടക്കത്തിൽ പോവുക, ഉള്ളടക്കത്തിൽ പോയതിന് ശേഷം ആഡ് കണ്ടന്റ്, വാർത്തകൾ മാത്രമേ പുതിയ ആഡ് കണ്ടന്റ് കൊടുക്കുക. എന്നിട്ട് അതിൽ ആർട്ടിക്കിൾ, അതായത് ലേഖനമാണ് നമ്മൾ എടുക്കേണ്ടത്. ആർട്ടിക്കിൾ എടുക്കുക, അതിനൊരു തലക്കെട്ട് കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് ഒരു ചിത്രം, അപ്പം ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചിത്രം, ആ ചിത്രം ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഘടനയിൽ അതെന്താന്നുള്ളത് എഴുതുക. എന്നാണ് ആ ഒരു വാർത്ത അവിടെ വരേണ്ടത്. ഇപ്പൊ നാളെ വരേണ്ട ഒരു വാർത്ത വെച്ചാൽ നാളെ ഡേറ്റ് കൊടുത്താൽ അന്ന് മുതലായിരിക്കും. ഇപ്പം ഇന്ന് മുതൽ നാളെ വരെ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കുക, എൻ്റെ ഡേറ്റ് കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ പോകും. അപ്പൊ വെറുതെ ഒരു റെലവൻസ് ഇല്ലാത്ത വാർത്ത നമ്മൾ എന്താണ് എൻ്റെ ഡേറ്റ് കൊടുക്കുന്നത് അന്ന് അവിടുന്ന് പോവുകയും ചെയ്യും. എന്നിട്ട് പ്രസിദ്ധീകരിച്ച ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വാർത്ത അവിടെ വരും. അതാണ് ആർട്ടിക്കിൾ അല്ലെങ്കിൽ വാർത്ത. പിന്നെയുള്ളത് ഗാലറിയാണ്. ഗാലറി എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചുള്ള, അതായത് പിന്നെ ടൂറിസം പ്ലേസുകളൊക്കെ ഉണ്ടാവും, ടൂറിസ്റ്റ് പ്ലേസുകൾ ഉണ്ടാവും, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ കുറിക്കുന്നതാണ് താഴെ ഗാലറിയിൽ ഉള്ളത്. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പോവുക, കണ്ടന്റ് ടൈപ്പിൽ ഫോട്ടോ ഗാലറി തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഫിൽട്ടർ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ പല പഞ്ചായത്തുകളും ഏറ്റവും, അതായത് ഇനിയും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഈ ഗാലറി കൊടുത്തിട്ട് അതിലേക്കുള്ള ലൊക്കേഷൻ ഉൾപ്പെടെ ചേർക്കുക. ചേർക്കാൻ സിമ്പിളാണ്. ഇപ്പൊ ഞാൻ ഇത്ര സിമ്പിളാണ്. ആഡ് കണ്ടന്റ് കൊടുക്കുക, ഫോട്ടോ ഗാലറി ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് തലക്കെട്ട് കൊടുക്കുക. തലക്കെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പൊ മലമ്പുഴ ഡാം എന്നാണ് കൊടുത്തതെങ്കിൽ അതേപോലെ എന്താണോ നമുക്ക് വേണ്ടത് ആ കാര്യം ഇവിടെ കൊടുക്കുക. അതിനെക്കുറിച്ചുള്ള നരേഷൻ ഇവിടെ കൊടുക്കുക. പിന്നെ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് ലൊക്കേഷനും മാർക്ക് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്രസിദ്ധീകരിച്ച ക്ലിക്ക് ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അത്രയാണ് ഗാലറിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇത് മൊത്തത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്നും പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഞാനിത് വലിച്ചു നീട്ടി ഒന്നും പോയിട്ടില്ല. ഒരു 1.25 മണിക്കൂർ നേരം സെക്രട്ടറിമാർ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചെറുതാക്കി പറഞ്ഞിട്ടുള്ളത്. ആർക്കെങ്കിലും ഇത് സംബന്ധിച്ചത് ഞാനല്ല ചെയ്യേണ്ടതെന്ന ഒരു ബോധ്യം ആർക്കും വേണ്ട, നിങ്ങളാണ് ചെയ്യേണ്ടത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തെറ്റായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇനി നിങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ ഇവർ എഡിറ്ററായിട്ട് കയറി വന്നതിന് ശേഷം, എഡിറ്ററാണ് ഇതെല്ലാം എഡിറ്റ് ചെയ്യുക. എഡിറ്റ് ചെയ്ത് വന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒറ്റ റോളേ ഉള്ളൂ. അത് കണ്ടന്റ് മുഴുവൻ പരിശോധിക്കുക. എന്നിട്ട് സപ്പോസ് ഈ ഒരു കാര്യമാണ് ടെൻഡർ പരസ്യം, അതാണ് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യേണ്ടത്. അവർ പബ്ലിഷ്ഡ് ആയിരിക്കില്ല ചെയ്തിട്ടുണ്ടാവും, അവർ വെറുതെ ചെയ്ത് വെച്ചിട്ടേ ഉണ്ടാവും. അത് അവർ എഡിറ്ററിലെ ലോഗിൻ ആയിട്ട് ഉണ്ടാവുക. ഇത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ ഉള്ളൂ, അതെല്ലാം പരിശോധിച്ച് ഇവിടെ ടിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിപ്പോ പ്രസിദ്ധീകരിച്ചിട്ടില്ല, നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ ഒരു ടിക്ക് ഇടുക, സേവ് ചെയ്യുക. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അതായത് അത് പബ്ലിഷ് ചെയ്യുന്ന പ്രക്രിയയാണ്. ഇപ്പൊ ചില കണ്ടന്റ് നിങ്ങൾക്ക് ഒന്നിച്ച് അൺപബ്ലിഷ് ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണ്? ഇത് വേണ്ട എങ്കിൽ എങ്ങനെ ചെയ്യാ? ഉള്ളടക്കത്തിൽ പോവാ, ഈ കണ്ടന്റ് നമുക്കിപ്പോ വേണ്ട എങ്കിൽ തിരുത്തുക കൊടുക്കുക, എന്നിട്ട് അത് അൺപബ്ലിഷ് ചെയ്താൽ മതി. ഓക്കെ, ഇനി മൾട്ടിപ്പിൾ ആയിട്ട്
കുറെ കാര്യങ്ങൾ വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട, ഇതും വേണ്ട. അപ്പൊ അത് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ പോവുക, അൺപബ്ലിഷ് കണ്ടന്റ് കൊടുക്കുക, എന്നിട്ട് അപ്ലൈ ചെയ്യുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം പിന്നീട് പബ്ലിക് ഡൊമൈനിൽ നിന്നും പോകും. പക്ഷെ നിങ്ങൾ ഈ ഡാറ്റാബേസിൽ പോലെ അത് അവിടെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അൺപബ്ലിഷ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് സെക്രട്ടറിമാർ ചെയ്യേണ്ടത്. കൊടുത്തിരിക്കുന്ന കണ്ടന്റുകളെല്ലാം പരിശോധിക്കുകയും വേണം. വെറുതെ അൺപബ്ലിഷ് ചെയ്യണ്ട, വെറുതെ പബ്ലിഷും ചെയ്യണം. ഇത് ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായി സാർ. ഇനി സെക്രട്ടറിമാര് അവരവരുടെ സൈറ്റ് വെറുതെ ഒന്ന് നോക്കി എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ചോദിക്കുക. എന്ത് സംശയത്തിനും ഞാൻ ഉത്തരം പറയാൻ റെഡിയാണ്. വെറുതെ നിങ്ങൾക്ക് എല്ലാവർക്കും സൈറ്റ് തന്നിട്ടുണ്ട്, നിങ്ങൾ എല്ലാം ഒന്ന് നോക്കും. റാൻഡം ആയിട്ടാണ് വിളിക്കുക. എന്നിട്ട് ഒന്ന് നോക്കി നിങ്ങളുടെ സൈറ്റുകൾ, നിങ്ങളുടെ സൈറ്റിൽ എല്ലാ കണ്ടന്റും ഉണ്ടോ, വന്നിട്ടുണ്ടോ നോക്കി ആ എക്സൽ നോക്കുക. അവർ പറഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, എല്ലാം ഒന്നും എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഓക്കെ എന്ന് അടിച്ചിട്ടത് ഓക്കെ ആണോ അല്ലേന്നൊക്കെ നിങ്ങൾ നോക്കണം. ഞാൻ എക്സൽ അതിന് വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക. ഓക്കെ. സാർ കേൾക്കാമോ? ബഷീർ സാർ കേൾക്കാമോ? കേൾക്കാം പറയൂ. എന്റെ സാർ തൃശ്ശൂര് പരിയാരം പഞ്ചായത്തിൽ നിന്നാണേ. കേൾക്കാം പറഞ്ഞോളൂ. പരിയാരത്തിനും കണ്ണൂർ പരിയാരത്തിനും തൃശ്ശൂർ പരിയാരത്തിനും ഒരു URL. അത് ഒരു ചെറിയ വിഷയമുണ്ട്. കേരളത്തിൽ അങ്ങനെ ഒരേ പേരുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ റെക്ടിഫൈ ചെയ്തിട്ട് പെട്ടെന്ന് തരാം കേട്ടോ. കുറച്ച് സ്ഥലങ്ങളുണ്ട് അങ്ങനെ ഒരേ പേരിലുള്ള പഞ്ചായത്തുകളുള്ള സ്ഥലങ്ങളുണ്ട്. അത് നമ്മളെല്ലാം ഒന്നിച്ച് ചെയ്യണം. കാരണം നമ്മൾ ഈ ഡൊമൈൻ നെയിം തരുന്ന കാര്യങ്ങളെല്ലാം IT മിഷനാണ് ചെയ്യേണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഫേസ് ചെയ്യുന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അത് അഡ്രസ് ചെയ്ത് തരാം. ഓക്കെ. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇനി സെക്രട്ടറിമാർ ഇതൊന്ന് ഗവേഷണം നടത്തുക. നമുക്ക് അപ്പൊ വിവരാവകാശക്കാരൻ ഇന്നൊരു ചോദിച്ചു വരുന്നുണ്ട്. ഞാനും സെക്രട്ടറി ആണല്ലോ, നമ്മുടെയൊക്കെ തലവേദന എത്രയുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അതെല്ലാം നമുക്ക് ഈ പെട്ടെന്ന് വളരെ ലളിതമായിട്ട് ഇതുവഴി റെക്ടിഫൈ ചെയ്യാൻ പറ്റും. എനിക്കിപ്പോ കഴിഞ്ഞ ദിവസം ഒരു കത്ത് തന്നെ വന്നിട്ടുണ്ട്, വിവരാവകാശ ഒരു പ്രവർത്തകൻ എഴുതി. അത് വളരെ നല്ല അവർക്ക് അവരുടെ ഇടയിലും പോലും നല്ല അപ്രീസിയേഷൻ ഉണ്ട് ഇതിനെ കുറിച്ച്. പറയൂ. കല്ലാർ എന്തോ പറഞ്ഞോ? കല്ലാർ ഒന്നും പറഞ്ഞിട്ടില്ലേ? സാറേ കാസർഗോഡ് ജില്ലയാണ്. കല്ലാർ പഞ്ചായത്തിന്റെ നമ്മള് കല്ലാർന്നാണോ? അത് എനിക്ക് എങ്ങനെയാണ് വന്നത് അത് കറക്റ്റ് ചെയ്യാം. റോഷിൻ ഇതിൽ കയറിയിട്ടുണ്ടോ? റോഷിൻ അത് അഡ്രസ് ചെയ്യൂ. കല്ലാർ നിങ്ങൾ എന്ത് വിഷയം നമ്മൾ പെട്ടെന്ന് ചെയ്തു തരും കേട്ടോ. എന്തായാലും അത് പറഞ്ഞാൽ മതി. അങ്ങനെയുള്ള അതുണ്ടെങ്കിൽ നമ്മൾ ആ പേരിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് നിങ്ങൾ തന്നെ അതൊന്ന് കൺഫേം ചെയ്യണം ഓക്കെ എന്നുള്ളത്. പിന്നീട് അത് ഉണ്ടാവുകയില്ല. ഓക്കെ, ആ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇതിൽ പല അപ്ഡേറ്റ്സും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഇത് വന്ന പോലെ, അതായത് നിങ്ങള് ഇനിയിപ്പോ എവിടെയും ആളുകൾക്ക് ഈ പഞ്ചായത്ത് യോഗത്തിന്റെ മിനിറ്റ്സ് തപ്പി നടക്കേണ്ടത് ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏത് പഞ്ചായത്തിന്റെ ആയാലും അതാത് പഞ്ചായത്തിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ സെക്രട്ടറിമാരാണ് ട്രാൻസ്ഫർ ചെയ്തു. ഇന്ന് നമ്മൾ വേറെ പഞ്ചായത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പഴയ പഞ്ചായത്തിന്റെ മിനിറ്റ്സ് കിട്ടണേ പഴയ പഞ്ചായത്തിന്റെ വെബ്സൈറ്റിൽ കയറിയാൽ കിട്ടും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് നമ്മൾ KSMART കയറിയിട്ട് തെരഞ്ഞെടുക്കണമായിരുന്നു. ഇപ്പൊ തെരയണ്ട, അവരുടെ വെബ്സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ആ പഞ്ചായത്തിന് മുഴുവൻ മിനിറ്റ്സും ഇൻക്ലൂഡിങ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഉണ്ടാവും. ഓക്കെ അല്ലേ?
നിങ്ങളുടെ അഭിപ്രായം ആരെങ്കിലും ഒരാൾ പറയണം, എന്നാലേ നമുക്ക് വേറെ ഒന്നും ഇല്ലെങ്കിൽ അവസാനിപ്പിക്കുകയും ചെയ്യും. സുനിൽ കയറിയിട്ടുണ്ടോ? സുനിൽ, ഇനി ഞാൻ ഈ എക്സൽ കാണുന്നതിൽ ഒരുവിധം എല്ലായിടത്തും ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. ആർട്ടിക്കിൾ നിങ്ങൾക്ക് ഇല്ലായിട്ടായിരിക്കും ചെയ്യാതിരിക്കുന്നത്. എൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈ എക്സലാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയിലൊക്കെ എല്ലാം ഓക്കെ 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 എന്ന് തന്നെയാണ് അടിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം അവരെല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ. അപ്പൊ ഇതിൽ റിമാർക്സ് എഴുതിയിട്ടുണ്ട്. നമ്മുടെ വകുപ്പിൽ നിന്നായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക. വകുപ്പ് അത് പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ട് സെക്രട്ടറിമാരെ ഇത് ബഹുമാനപ്പെട്ട PD-യുടെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് ഇത് അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ അദ്ദേഹം അത് നിങ്ങളെ പേഴ്സണലായിട്ട് വിളിക്കാൻ സാധ്യത കുറവല്ല. അതുകൊണ്ട് തന്നെ ഈ കണ്ടന്റുകളെല്ലാം അപ്ഡേറ്റഡ് ആണെന്ന് നിങ്ങൾ ഉറപ്പിക്കണം. PD-യിൽ നിന്നും ഇത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ മാക്സിമം പോസിബിൾ ടൈമിൽ തീർത്തു തരും. ഡാറ്റ എൻട്രിയും അതിന്റെ ക്വാളിറ്റിയും എൻഷുർ ചെയ്യുന്ന നിങ്ങൾ മാത്രമാണ്, നമ്മളല്ല. ഓക്കെ. ഇത് നിങ്ങളെ കയ്യിലുള്ള ഈ എക്സല് നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇപ്പൊ ഫസ്റ്റ് ഇത് പാലക്കാട് ജില്ലയിലെ 1ാമത്തെ പഞ്ചായത്തിന്റെ പേര് ആരോ പോക്കി. പോക്കരുത്. കാരണം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്സസ് ചെയ്യാവുന്ന സാധനമാണ്. അതുകൊണ്ട് ഇതിപ്പോ ഏതായിരുന്നു എന്റെ ഓർമ്മയിൽ വരുന്നില്ല. പാലക്കാട് ജില്ലയിലെ അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. റോഷിനെ 1ാമത്തെ എടുത്തിട്ടേ പഴയ ഇതെടുത്തൊന്ന് അപ്ഡേറ്റ് ചെയ്യൂ. പിന്നെ കണ്ണാടി പഞ്ചായത്ത് അത് മനസ്സിലായോ? കണ്ണാടി പഞ്ചായത്ത് അത് മനസ്സിലായി സാർ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? ഇതിപ്പോ അപ്ഡേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു തന്നു, പബ്ലിഷ് ചെയ്യുന്നത് പറഞ്ഞു തന്നു, ഒക്കെ പറഞ്ഞു തന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഷോളയൂർ പറഞ്ഞോളൂ സാർ. ഇപ്പൊ ഇതില് ഈ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് പ്രൊഫൈലൊക്കെ ഡയറക്ട്ലി കേസ് മാർട്ടിന് വരികയാണ്. അപ്പൊ ഇതിൽ കൂടാത്ത ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യാ? ഏതാ ഇതില് ഇവർക്കുള്ള പ്രൊഫൈൽ ആഡ് ചെയ്യുന്നത്? അതായത് നമ്മളിപ്പം അഡീഷണൽ പ്രൊഫൈലിങ്ങിന് പ്രൊവിഷൻ തന്നിരിക്കുന്നത് ഈ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർക്കും സെക്രട്ടറിക്കും മാത്രമാണ്. ബാക്കിയുള്ള ഒരു പ്രൊഫൈല് തൽക്കാലം കേസ് മാർട്ടിലുള്ളത് മാത്രമാണ് ഉള്ളത്. ഓക്കെ. അപ്പോ ഇവരുടെ പ്രൊഫൈൽ ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പഞ്ചായത്ത് ഏതായിരുന്നു? പഞ്ചായത്ത് ഏതാ? ഷോളയൂർ. ഓക്കെ. നിങ്ങളുടെ URL-ന്റെ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ ഷോളയൂർ പഞ്ചായത്ത് YUR ആണോ? OR. അപ്പോ നിങ്ങൾ എല്ലാവരുടെയും പഞ്ചായത്തിന്റെ URL എന്ന് പറയുന്നത് പഞ്ചായത്തിന്റെ പേര് പഞ്ചായത്ത് .lsc.kerala.gov.in. അപ്പൊ ഏതായാലും അങ്ങനെ തന്നെയാണ്. ഷോളയൂർ ആണെങ്കിൽ അങ്ങനെ. ഇതാണ് ഷോളയൂർ പഞ്ചായത്ത്. ഇപ്പൊ ഷോളയൂർ പഞ്ചായത്തില് ഷോളയൂർ പഞ്ചായത്ത് ഇപ്പോ പ്രസിഡന്റ് ഇപ്പൊ സെക്രട്ടറി ഇത് പ്രസിഡന്റിന്റെ ഒക്കെ പടം ഉണ്ടല്ലോ. ഇപ്പൊ ഇങ്ങനെ വെക്കുന്നതിനെക്കാളും ഭംഗിയാവുക അവരൊരു പാസ്പോർട്ട് സൈസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. അവരുടെ പാസ്പോർട്ട് സൈസ് ചെയ്യുക, അംഗങ്ങളെ കാണുക എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എല്ലാം പാസ്പോർട്ട് സൈസ് ആണ്. ഓക്കെ. സോ ഇതിലുള്ള പ്രൊഫൈൽ അതിലുണ്ടാവും. അതിനപ്പുറത്തേക്കുള്ള പ്രൊഫൈൽ ആഡ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇവിടെ സർ ഇതിപ്പോ കേസ് മാർട്ടിലെ ഡീറ്റെയിൽസ് ഇതിൽ വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. കൂടാതെ ഉള്ള മറ്റേ പ്രൊഫൈൽ ആഡ് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ. അതായത് നമ്മുടെ മെയിൻ സ്ക്രീനിലെ പ്രൊഫൈൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ഗവേണിംഗ് ബോഡി എടുക്കുക, ശ്രദ്ധിക്കുക. ഗവേണിംഗ് ബോഡി എടുക്കുക. നമുക്ക് 1ാമത്തത് പഞ്ചായത്ത്. അപ്പൊ ഇതിൽ 1ാമത്തെ ആൾ ആരാണ്? ഈ പ്രസിഡന്റ് ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാൻ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇത് 2ാമത്തെ ആള് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ പേര് രവി എന്നാണ് വിചാരിക്കുക. സപ്പോസ് ഇദ്ദേഹത്തിന്റെ പേര് രവി എന്നാണ്. അപ്പൊ ഞാൻ രവി എന്ന് കൊടുക്കുന്നു. അപ്പോ ജസ്റ്റ് ഇത് ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് ഇവിടെ നമ്മളൊരു പ്രൊഫൈൽ ഉണ്ടാക്കണം. അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ടില്ല. ആ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന രീതി ഉള്ളടക്കത്തിലേക്ക് പോവുക, ആഡ് കണ്ടന്റ് കൊടുക്കുക, അടിസ്ഥാന താൾ എടുക്കുക,
എന്നിട്ട് തലക്കെട്ട് ഞാൻ കൊടുക്കുന്നു രവി. ഇതാണ് അദ്ദേഹം, രവി. അപ്പൊ രവിയെ കുറിക്കുന്ന വിവരങ്ങൾ, രവി പിന്നെ പിന്നെ എന്താണ് ഫോൺ നമ്പർ ഇതാണ്, ഇമെയിൽ ID ഇതാണ്, മറ്റു ഒരുപാട് കഥകൾ കൊടുക്കുക. രവി പിന്നെ ഇന്ന ബാങ്കിലെ ജോലിക്കാരനാണ്, ഇത്ര വർഷം ഇന്ന സ്ഥലത്തായിരുന്നു, ഇവിടുത്തെ മെമ്പറായിട്ട് ഇത്ര കാലം നിന്നിരുന്നു, മുൻപേ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു, ഇങ്ങനെ തുടങ്ങി എല്ലാ കഥകളും ഇതിനകത്ത് പ്രൊഫൈൽ കൊടുക്കുക. എന്തൊക്കെ കൊടുക്കാൻ പറ്റും ഒരാളെ പ്രൊഫൈൽ, അതെല്ലാം ആവശ്യമുള്ളതെല്ലാം കൊടുക്കുക. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ഫയൽ ജനങ്ങളിലേക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇനി അതല്ല അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിന്റെ ചിത്രം ഇവിടെ കൊടുക്കുക, ഫോട്ടോ ഇവിടെ കൊടുക്കുക. പിന്നെ അദ്ദേഹത്തിന് ഒരു വെബ്സൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ വെബ്സൈറ്റ് URL ഇവിടെ കൊടുക്കുക, അല്ലെ ഫേസ്ബുക്ക് ഉണ്ടെങ്കിൽ ഫേസ്ബുക്ക് URL ഇവിടെ കൊടുക്കുക, എക്സിന്റെ എക്സ് കൊടുക്കാം, അങ്ങനെയുള്ള എല്ലാം ഇവിടെ കൊടുക്കുക. അത് ഇതിനകത്തും കൊടുക്കുക. കൊടുത്തിട്ട് ഇത് ഫുൾ HTML എന്ന് പറയുന്നത് റെഡിയാക്കി, എന്നിട്ട് ഞാൻ ജസ്റ്റ് സാമ്പിളാണ് കാണിക്കുന്നത്, ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക എന്നുള്ള ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ രവി എന്ന് പറഞ്ഞൊരു പ്രൊഫൈൽ ഞാൻ ഉണ്ടാക്കി. ഇനി ഞാൻ ചെയ്യേണ്ടത് ഉള്ളടക്കത്തിൽ വീണ്ടും പോയിട്ട് ഇവിടെ ഗവേണിംഗ് ബോഡി എടുക്കുക, ഫിൽട്ടർ കൊടുക്കുക, കൊടുത്തിട്ട് ഇവിടെ തിരുത്തുക ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഞാൻ ഇദ്ദേഹത്തിനാണ് പുതിയ പ്രൊഫൈൽ ആഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഇവിടെ ഉള്ളടക്കത്തിൽ ഹോമിൽ പോയാൽ ഈ സമയത്ത് ഇദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും പോകുന്നില്ല, നേരെ ഇതിലേക്ക് മാത്രമാണ് വരുന്നത്, അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഒന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈലിലേക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉള്ളടക്കത്തിൽ പോവുക, ഇവിടെ ഗവേണിംഗ് ബോഡിയാണ്, ഗവേണിംഗ് ബോഡി ക്ലിക്ക് ചെയ്യുക, ഫിൽട്ടർ ചെയ്യുക, എന്നിട്ട് പഞ്ചായത്ത് എടുക്കുക. ഇദ്ദേഹമാണ്, ഇദ്ദേഹത്തിന്റെ ഈ പ്രൊഫൈലിന്റെ അടുത്ത് ഞാൻ രവി സെർച്ച് ചെയ്യാം. അപ്പൊ രവീന്ദ്രൻ രവിയാണ്, വേറെ ഒരു ചേഞ്ച് ഞാൻ വരുത്തരുത്. അത്രയും ചെയ്തിട്ട് സൂക്ഷിച്ചു വെക്കുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബാക്ക് ടു സൈറ്റ് പോവാ. അപ്പൊ ഇവിടെ ഇത് പുതിയ ആള്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ ഞാൻ ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ഇവിടെ വരും. ഇത് സാമ്പിൾ ആണ്, വളരെ വിശദമായിട്ടും വിശാലമായിട്ടും നിങ്ങൾക്ക് ഈ പ്രൊഫൈൽ ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ ചോദിച്ച ആൾക്ക് സംശയം ക്ലിയർ ആയോ? ഓക്കെ, കല്ലാർ പഞ്ചായത്ത് ശരിയാക്കിയിട്ടുണ്ട്. അതെ, ഏതൊരു പഞ്ചായത്തിന്റെ പേര് പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ശരിയാക്കിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഉണ്ടോ? എനി ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂര് നമ്മൾ പറഞ്ഞില്ലേ? എന്താ ദേലമ്പാടി പഞ്ചായത്തുണ്ടോ? ദേലമ്പാടി ഇല്ലേ? ദേലമ്പാടി. ഹലോ സർ, ഉണ്ട്. ദേലമ്പാടി ബോർഡർ ആണോ? അതെ, ബോർഡർ ആണ്. കർണാടക ബോർഡർ ആണോ? കന്നഡ വേണമോ വേണ്ടയോ എന്ന് ചോദിക്കാനാണ് ഞാൻ വിളിച്ചത്. ഡിഫോൾട്ട് മലയാളമാണ്. കന്നഡ നിങ്ങൾക്ക് അനിവാര്യമാണോ? അതുപോലെ കന്നഡ അനിവാര്യമുള്ള പഞ്ചായത്തുകളുണ്ടോ? തമിഴ് അനിവാര്യമുള്ള പഞ്ചായത്തുകളുണ്ടോ? അതെ, ഇത് കന്നഡ ബോർഡർ ആണ് സാർ. ഇപ്പൊ കന്നഡ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കന്നഡയും കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, ഇപ്പൊ മലയാളവും ഇംഗ്ലീഷും ആണ് ഉള്ളത്. ഇപ്പൊ ഡീഫോൾട്ട് ലാംഗ്വേജ് മലയാളം ആയിരിക്കും, അത് കോമൺ ആണ്. ഇംഗ്ലീഷിലുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് അവിടെ വളരെ അടിപൊളിയായിട്ടുണ്ടാവും. പ്രസ് സെക്രട്ടറി സൂപ്പർ ആയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സൈറ്റ് നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോ ഇതിനി നമുക്ക് ഇത് കൊണ്ടുവരാം. എന്താണ്, മറ്റുള്ള ലാംഗ്വേജും കൂടി കൊണ്ടുവരാം കേട്ടോ. കന്നഡ കൊണ്ടുവരാം, പക്ഷെ കന്നഡ നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യണം. നിങ്ങളൊരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. കന്നഡ ചെയ്യുമ്പോൾ ഞാൻ കന്നഡയിൽ അത്ര എക്സ്പെർട്ട് അല്ല. ഏത് നമ്മൾ AI ഉപയോഗിച്ചാലും അത് കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ടാവും. ഓക്കെ, പറയാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം. വേറെ എവിടെയെങ്കിലും തമിഴ് ഉണ്ടാവുമല്ലോ, തമിഴും ചെയ്യാം നമുക്ക്. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉള്ള സ്ഥലങ്ങളിൽ തമിഴും ചെയ്യാം. എല്ലായിടത്തും ആവശ്യമില്ല. നമുക്കിപ്പോൾ ഇംഗ്ലീഷും മലയാളമാണ് 2 ലാംഗ്വേജ് ഉള്ളത്. ഓക്കെ, വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇനി വയനാട് മേപ്പാടി പഞ്ചായത്ത്, മേപ്പാടി സെക്രട്ടറി ഇല്ലേ? ഓക്കെ അല്ലേ? സൈറ്റ് ഉണ്ടല്ലോ?
അപ്പോൾ ഇന്ന് തന്നെ എന്ത് ചെയ്യണം? നോഡൽ ഓഫീസറുടെ പാസ്വേഡ് മാറ്റണം. ഇറ്റ് ഷുഡ് ബി കൺട്രോൾഡ് ബൈ യുവർ സെൽഫ്. എഡിറ്റർ മാത്രമാണ് അവര്. ഓക്കെ. ഇത് ഇത്രയും ചെയ്യുന്നവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് നിങ്ങൾ, കാരണം നിങ്ങളുടെ ബുദ്ധിമുട്ടാക്കാനോ സമയം മെനക്കെടുത്താനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ മാത്രമേ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആൻഡ് യു ഷുഡ് ബി കെയർഫുൾ ഇൻ ദാറ്റ്. ഓക്കെ ഷാജു? ഷാജു ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അതൊക്കെ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒക്കെ മാതൃക വളരെ, അതായത് ഇവര് വൃത്തിയായിട്ട് ചെയ്തോണ്ടില്ലേ, ഇവരൊരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്താണ്. അത് മേപ്പാടി തന്നെ ക്രിയേറ്റ് ചെയ്താണിത്. അതുപോലെ നിങ്ങൾക്ക് സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യാം. അവർ അത് ചെയ്തൊരു മാതൃക കോളം ഇതവിടെ കാണിച്ചിട്ടുണ്ട്. സോ അങ്ങനെ നിങ്ങൾക്ക് ഒക്കെ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് അതിനുള്ള പ്രൊവിഷൻ. എൻ്റെ ഒരു റിക്വസ്റ്റ്, ആരും നിയമങ്ങളും ചട്ടങ്ങളും ഒഴിവാക്കരുത്. ഇതിലേക്ക് അഡീഷണൽ ആയിട്ട് നിങ്ങൾ കൊണ്ടുവരിക വേണ്ടത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ. കാരണം ഇതും എനിക്ക് ഓൾറെഡി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാതിയിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. പഞ്ചായത്തുകളുടെ സൈറ്റുകളിൽ നിയമങ്ങളും ചട്ടങ്ങളും കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ നിങ്ങളത് ഇത് പോക്കരുത്. കാരണം ഇതിന് കൺട്രോൾ നിങ്ങൾക്കാണ്. ആളുകൾ പരാതി തരും. അപ്പോൾ പിന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കരുത്. ഓക്കെ. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആക്ട് ഉണ്ട്, DPDP. സെക്രട്ടറിമാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് അറിയാം എന്ന് ഞാൻ വിചാരിക്കുന്നത്. DPDP ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ പോളിസി ആക്ട് ആണ്. അതിന്റെ ഫൈൻ ചെറിയ എമൗണ്ട് അല്ല, 250 കോടി റുപ്യാണ് ഫൈന്. അപ്പോൾ ആളുകളുടെ ഡാറ്റ നിങ്ങൾ ചെയ്യുന്ന സമയത്ത്, ഇതാണ് DPDP ആക്ട്, നിങ്ങൾ എടുത്ത് വായിച്ചു നോക്കുക. വളരെ കെയർഫുൾ ആയിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിലെല്ലാ റിപ്പോർട്ടുകളും ഉണ്ടായിരിക്കുന്നത് നിയമപരമായി പറ്റുന്ന റിപ്പോർട്ടുകളായിരിക്കുകയും ചെയ്യണം. നെഗറ്റീവ് ലിസ്റ്റ് ഉണ്ട്, ഒരു സൈറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ലാത്തത്, അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? ഇനി എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ ഇന്ന് നിങ്ങളിതെല്ലാം ചെയ്യുമെന്ന് വിചാരിച്ചോട്ടെ ഞാൻ. അപ്പൊ എല്ലാവരും അവനവന്റെ പാസ്വേഡ് പിന്നെ എന്നുള്ള ടിയെയും നോഡൽ ഓഫീസറുടെ അടുത്തൊന്ന് വാങ്ങിച്ചിട്ട് നോഡൽ ഓഫീസർ അടുത്ത് നിങ്ങളുടെ കൺട്രോളാക്കുക നിർബന്ധമായിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിർബന്ധമായിട്ടും ഇത് അവരുടെ ടിഎയുടെ ഒരു ജോലിയായിട്ട് തന്നെയാണ്. ടിഎയുടെ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അവരുടെ ചുമതലകളിൽപ്പെട്ട ഒന്നാണ് ഈ വെബ്സൈറ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത്. അത് അവരെ ഉപയോഗപ്പെടുത്താവുന്നതാണ് അതിന്. പക്ഷെ അതിന്റെ ഫൈനൽ അധികാരി നിങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഈ പിന്നെ ഈ ഡാറ്റ ഞാനിപ്പോൾ കാണിക്കുന്ന ഡാറ്റ എല്ലാവരും ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതിൽ പടിഞ്ഞാറത്തറ പഞ്ചായത്ത് ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഇഷ്യൂ ഉള്ള 1-2 പഞ്ചായത്തുകളുണ്ട്. ആ പഞ്ചായത്തുകൾ പെട്ടതാണ്. ഒന്ന് നമുക്ക് തവിഞ്ഞാലൊന്ന് നോക്കാം. സാറേ, ആസ്തി രജിസ്റ്റർ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ലേ? ഉണ്ട്. അതെ, ഇതാ ഞാൻ കാണിച്ചെന്ന മാതൃകയില്ലായിരുന്നോ? ആ മാതൃക ഒന്ന് നോക്കൂ നിങ്ങൾ. ഈ മാതൃകയില് ഇവർ ചെയ്തിട്ടുണ്ട്. മതിലകം ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാൽ അതാ മതിലകം പഞ്ചായത്ത് ഇവിടെ വന്നു. ആസ്തി വിവരങ്ങൾ ഇതാ അവർ ചെയ്തിരിക്കുന്നതാണ്. ആസ്തി വിവരങ്ങൾ, അവരുടെ ആസ്തി വിവരങ്ങൾ ഇവിടെ ഉണ്ട്. ഓക്കെ. അപ്പോൾ അതുപോലെ എല്ലായിടത്തും ചെയ്യാം. നമുക്ക് എല്ലാ ആസ്തി വിവരങ്ങളും കൊടുക്കാം. ചില സ്ഥലങ്ങളിലൊക്കെ ജിയോ സ്പേഷ്യലായിട്ട് എടുത്തിട്ടുണ്ട്. അത് ആ ചെയ്ത ആളുകളോട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറഞ്ഞാൽ മതി. ജിയോ സ്പേഷ്യലായിട്ടാണല്ലോ ആളുകളെ ആസ്തി വിവരങ്ങൾ അറിയിക്കേണ്ടത്. ഇപ്പം ഇവിടെ പോയി ഭൂമിശാസ്ത്രം നോക്കൂ, ഭൂപടം, ഇത് ഇവർ പല വർഷത്തെയും ഭൂപടങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭൂപടം 2015 ഇങ്ങനെയായിരുന്നു. അതൊക്കെ നിങ്ങൾക്ക് വെക്കാം. നമ്മൾ ഇതില് നിങ്ങൾക്ക് എത്ര വർഷത്തെ ഭൂപടം വേണം വെക്കാം. പണ്ട് ഇപ്പോഴത്തെ ഇതായിരുന്നു. ഇത് നേരിട്ട് നമ്മുടെ ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് ഡൈനാമിക് ആയിട്ട് ഇത് കാണാനും പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ സെക്രട്ടറിമാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് പറ്റൂല എന്ന് തോന്നുന്ന ഏതെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം എന്നുള്ളത്. അത്രയും ഞാനും ഒരു സെക്രട്ടറി ആയതുകൊണ്ട് തന്നെ ഐ നോ വാട്ട് ഈസ് ദ നീഡ് ഓഫ് ദ അവർ. അത് നിങ്ങൾക്ക് ഇതിൽ പോസിബിൾ ആണ്. ഒന്നും ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കി ഉണ്ടാവില്ല. അത് അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് വേണ്ടത്. അത് മാത്രമല്ല, ഇതിനെ നന്നായി കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെയാണ് സെർച്ച് ചെയ്യേണ്ടത്. എന്ത് സെർച്ച് ചെയ്താലും അവിടെ കാണാൻ പറ്റും. ബർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇവിടെ ആളുകൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതാ ബർത്ത് സർട്ടിഫിക്കറ്റ് നേരെ കാണാം. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബർത്ത് സർട്ടിഫിക്കറ്റിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ
ഇതാ ക്ലിയർ ആയി മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. അപ്പൊ സെർച്ചും എല്ലാം ഉണ്ട്. മിക്കവാറും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വളരെ മുമ്പ് പഴയ കാലത്തെ കാര്യങ്ങൾ വരെ ഇതിൽ ചെയ്യണം. പഞ്ചായത്ത് രൂപീകൃതമായത് മുതൽ ഇങ്ങോട്ട് ആദ്യം ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങൾ ചെയ്യുക, പിന്നെ പഴയത് ചെയ്ത് പോകാവുന്നതാണ്. ഓക്കെ, ഇനി ഒന്നും എന്തെങ്കിലും സംശയം അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇല്ല എങ്കിൽ വി ആർ സ്റ്റോപ്പിംഗ് ഹിയർ. നമുക്ക് ഒരു പഞ്ചായത്തും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാം. ഏതെങ്കിലും കൊല്ലം ജില്ലയിൽ ക്ലാപ്പന പഞ്ചായത്ത്, ക്ലാപ്പന ഉണ്ടോ? ക്ലാപ്പന കൺട്രോൾസ്, ക്ലാപ്പന ഇല്ലേ? വെറുതെ നോക്കാം. ക്ലാപ്പന പഞ്ചായത്താണത്. ഓക്കെ, ക്ലാപ്പന. ഓക്കെ, നന്നായി. അപ്പൊ ഇത് കണ്ടോ? അത് കണ്ടില്ലേ? ക്ലാപ്പനയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു പിക്ചറാണ് അവരിട്ടത്. കയറ് വ്യവസായമായിരിക്കും അവിടെ പ്രാധാന്യം ഉണ്ടാവുക, അതാണ് അവരിട്ടിരിക്കുന്നത്.